നമ്മുടെ പരിപാടി ആരംഭിക്കുകയാണ്. ഇലാ ഹദറത്തുൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. آمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب من شر النفاثات في العقد من شر حاسد إذا حسد. أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا. اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل وبلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا إلى حضرة نبينا وشفيعنا محمد صلى الله عليه وسلم وإلى أرواح سائر الأنبياء والأولياء والصحابة والقرابة والشهداء والصديقين والصالحين وإلى أرواح من ماتوا من آبائنا وأمهاتنا وأجدادنا وجداتنا ومن دفنوا حول مسجدنا وجميع المؤمنين والمؤمنات. اللهم اجمع بيننا وبينهم في دار جنات النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين. اللهم وبحقهم وبجاههم يسر عسيرنا وسهل أمورنا وقض حوائجنا وأد ديوننا وبلغ آمالنا وكشف كروبنا وفرج همومنا ودفع بلياتنا وحصل مرادنا واشف مرضانا. اللهم بارك لنا في كل أمورنا وفي أمرنا هذا بركة تامة كما باركت على عبادك الصالحين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم بارك لنا في أهلنا وذرياتنا وبارك لنا في أموالنا وفيما أعطيتنا وفيما تعطينا بركة تامة كما باركت على عبادك الصالحين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما. اللهم اجعل عاقبة كل قضاء قضيته لنا خيرا ورشدا. اللهم أحسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. അസ്സലാമു അലൈക്കും. അൻസാറുൽ ഇസ്ലാം ജമാഅത്തിൻ്റെ പ്രസിഡന്റ് ഹുസൈൻ ഹാജി, സെക്രട്ടറി ടി കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ, ഈ സദസ്സിൽ മുഖ്യപ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഫൈസി കിടങ്ങയം, മുദരിസും ഖത്തീബുമായ ബഹുമാനപ്പെട്ട യൂസുഫ് ഫൈസി, പ്രിയപ്പെട്ട കമ്മിറ്റി ഭാരവാഹികൾ, ടി കെ മുഹമ്മദ് മാസ്റ്റർ, നമ്മുടെ സെക്രട്ടറി ടി കെ മൊയ്തീൻകുട്ടി മാസ്റ്റർ, നമ്മുടെ കമ്മിറ്റിയുടെ വൈസ് പ്രസിഡന്റ് ടി കെ മുഹമ്മദ് കുട്ടി മാസ്റ്റർ, വൈസ് പ്രസിഡന്റ് അതുപോലെ തന്നെ എ വി മൊയ്തീൻ ഹാജി, കെ സി അബു ഹാജി, സി പി മരക്കാർ ഹാജി, പി ടി മുസ്തഫ, ടി കെ അബ്ദുറഹ്മാൻ, മറ്റ് ഭാരവാഹികളെ, എം കെ എം കുഞ്ഞുമതി മാസ്റ്റർ തുടങ്ങിയ നമ്മുടെ കമ്മിറ്റി ഭാരവാഹികളെ, നഴ്സറി ക്ലാസ്സിലേക്ക് കുട്ടികളെ കൊണ്ടുവന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കുരുന്ന് വിദ്യാർത്ഥികളെ, വളരെ സന്തോഷകരമായിരിക്കുന്ന ഒരവസരത്തിലാണ് നമ്മുടെ കമ്മിറ്റി 2-3 മാസം മുമ്പ് തീരുമാനിച്ച തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നഴ്സറി വിദ്യാലയം നമ്മുടെ
കമ്മിറ്റിയുടെ കീഴിൽ ആരംഭിക്കുന്നത്. പള്ളി ദർസും മദ്രസയും കൂടാതെ നമ്മുടെ മഹലിലെ മൂന്നാമതൊരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് അൻസാർ ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന നഴ്സറി ക്ലാസ് ആരംഭിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാവരും വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് കുട്ടികളെ തുടക്കത്തിൽ തന്നെ നമ്മൾ മതപരമായ വിദ്യാഭ്യാസത്തിലൂടെ കൊണ്ടുപോയാൽ മാത്രമേ കുട്ടികളെ മതചിട്ട അനുസരിച്ച് ജീവിക്കുന്ന സമൂഹമാക്കി യുവാക്കളാക്കി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരു ഇസ്ലാമിക വിദ്യാഭ്യാസം കൂടി നൽകിക്കൊണ്ടുള്ള ഇസ്ലാമിക് പ്രീ സ്കൂള് നമ്മളൊരു KG സ്കൂള് ആരംഭിച്ചിരിക്കുന്നത്. മറ്റ് ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള KG വിദ്യാലയങ്ങൾ ഉണ്ടെങ്കിലും അവയിലൊക്കെ തന്നെ മതവിദ്യക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്നവയല്ല. അപ്പോൾ മതവിദ്യക്ക് തന്നെ കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ഒരു പഠനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ കുട്ടികൾക്ക് ഇംഗ്ലീഷ്, മലയാളം, കണക്ക് ഈ കാര്യങ്ങളൊക്കെയുള്ള പ്രാഥമികമായിരിക്കുന്ന കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചെടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ അല്പസമയത്തിനകം ഇവിടെ എത്തും. തങ്ങൾ എത്തുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാരുടെ പ്രഭാഷണം ഉണ്ടായിരിക്കുന്നതാണ്. നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ തങ്ങളാണ്. തങ്ങൾ അവർകളെ ഞാൻ യോഗത്തിലേക്ക് തങ്ങളുടെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ബഹുമാനപ്പെട്ട നമ്മുടെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഹുസൈനാജ് അവർകളാണ്. അദ്ദേഹത്തെയും ഞാൻ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി TK മൊയ്തീൻകുട്ടി മാസ്റ്റർ ഈ യോഗത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നമ്മുടെ മുദരിസ് ഖതീബുമായിരിക്കുന്ന ബഹുമാനപ്പെട്ട യൂസുഫ് ഫൈസി ഉസ്താദ് അവർകളെയും ഈ യോഗത്തിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളായിരിക്കുന്ന ബഹുമാനപ്പെട്ട TK മുഹമ്മദ് മാസ്റ്റർ കുമ്മങ്ങാട്ട്, AV മൊയ്തീൻ ഹാജി, അതുപോലെ തന്നെ നമ്മുടെ CPM അരക്കാർ ഹാജി, കുഞ്ഞുമൊയ്തീൻ മാസ്റ്റർ, അലവിക്കുട്ടി, അതുപോലെ പിന്നെ TK അബ്ദുറഹ്മാൻ സാഹിബ്, മുപ്പി ടി മുസ്തഫ, TK മുഹമ്മദ് കുട്ടി, നസീറ ടെക്സ് തുടങ്ങിയ, അതുപോലെ തന്നെ KC അബു ഹാജി, KV മുഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ എല്ലാവരെയും, ആരെങ്കിലും പേരെടുത്ത് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. എല്ലാവരെയും മറ്റു വാക്കിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഹുസൈൻ ഹാജിയാബുകളുടെ ബഹുമാനപരം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വളരെ സന്തോഷകരമായ ഒരു വേളയിലാണ് നമ്മളെല്ലാവരും കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് സമയം വളരെ കുറവാണ്. അത് തങ്ങൾ ഒരു 10 മണി എന്ന് പറഞ്ഞതായിരുന്നു. അത് എത്തും, 10-10:30 ഇൻഷാ അല്ലാഹ് എത്തും. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഇസ്മായിൽ ഫൈസി അവറുകളെ നമ്മൾക്ക് ഉപദേശങ്ങൾ തരുന്നതിനും സ്നേഹിക്കുന്നതിനും വേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹൽ യസ്തവിൽ ലദീന യഅലമൂന വല്ലദീന ലാ യഅലമൂൻ. സദഖല്ലാഹു മൗലാനൽ അലിയ്യുൽ അദീം. ഈ പരിപാടിയെ പ്രാർത്ഥന കൊണ്ട് ധന്യമാക്കിയ നമ്മുടെ മഹല്ല് മുദരിസും ഖതീബുമായ ബഹുമാനപ്പെട്ട യൂസുഫ് ഫൈസി ഉസ്താദ് അവറുകൾ, ഈ വേദിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഹുസൈൻ ഹാജി, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള നമ്മുടെ ജനറൽ സെക്രട്ടറി TK മൊയ്തീൻകുട്ടി മാസ്റ്റർ, മറ്റ് വേദിയിലുള്ള കമ്മിറ്റി ഭാരവാഹികൾ, ഈ മഹത്തായ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശത്തുള്ള നല്ലവരായ ജനങ്ങൾ, ഈ പരിപാടിയിലേക്ക് ഇന്ന് ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെടുന്ന അൻസാർ ഇസ്ലാമിക് പ്രീ സ്കൂളിൽ വിദ്യാർത്ഥികളെ ചേർക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ വളരെ നല്ല ഒരു സദസ്സിലാണ്, ഒരു സംരംഭത്തിനാണ് നമ്മൾ തുടക്കം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അർഹമുർ-റഹീമായ റബ്ബ് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിക്കാൻ നിമിത്തമാകുന്ന സൽക്കർമ്മമായി ഈ സൽക്കർമ്മത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. നാം ആമുഖമായി ദുആ ചെയ്യുകയാണ്. വളരെ വിശാലമായ ഒരു സംസാരത്തിൻ്റെ സമയമല്ല, വെള്ളിയാഴ്ചയാണ്.
ജുമാക്ക് മുമ്പായിട്ട് സംഘടിപ്പിച്ചൊരു പരിപാടിയായതുകൊണ്ട് തന്നെ സുദീർഘമായി സംസാരിക്കാതെ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലെത്തി ഈ സംരംഭത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് തങ്ങളുടെ നസീഹത്തും ഉദ്ഘാടന കർമ്മവും നിർവഹിക്കുന്നതോടുകൂടി പരിസമാപ്തി കുറിക്കുന്ന രീതിയിൽ നമ്മൾ ക്രമീകരിച്ചൊരു പരിപാടി എന്നുള്ള നിലക്കാണ് ഈ വിനീതൻ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ അറിയാം, ഇവിടെ സ്വാഗത ഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോകത്തെല്ലായിടത്തും വൈജ്ഞാനികമായ മുന്നേറ്റം നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രാധാന്യം അറിവ് കരസ്ഥമാക്കുന്നതിന്, ജ്ഞാനം സമ്പാദിക്കുന്നതിന് വർത്തമാന ലോകത്ത് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള എല്ലാ വൈജ്ഞാനികമായ മുന്നേറ്റത്തിനും പാകപ്പെടുന്ന രീതിയിൽ വലിയ വലിയ സിലബസുകളും സംവിധാനങ്ങളും ക്രമീകരിച്ചുകൊണ്ട് നമ്മുടെ മഹത്തായ ആദർശ പ്രസ്ഥാനം സമസ്ത കേരള ജമിയത്തുൽ ഉലമയും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ കാലോചിതമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നതും നമുക്കൊക്കെ അറിയാവുന്നതാണ്. അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ നമ്മുടെ മദ്രസയിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അല്ലെങ്കിൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നമ്മുടെ പൂർവികരായ ആളുകൾ ഇത്രമേൽ സൗകര്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ദീന് പഠിക്കാൻ വേണ്ടി ഇങ്ങനെ മനോഹരമായൊരു സമുച്ചയം ഇവിടെ കെട്ടിപ്പടുത്തുയർത്ത് അത് കാലാനുസൃതമായ മാറ്റങ്ങളോടുകൂടി ഇന്നീ കാണുന്ന മനോഹരമായ സംവിധാനത്തിലേക്ക് വളർത്തിക്കൊണ്ടുവരാൻ അള്ളാഹുവിൻ്റെ അപാരമായ തൗഫീക്ക് കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് നമുക്കൊക്കെ സാധിക്കുകയുണ്ടായി. പക്ഷേ ഇത് മതപരമായ വിദ്യാഭ്യാസത്തിന് വേണ്ടി നമ്മുടെ മക്കളുടെ 1-ാം തരം മുതൽ +2 തലം വരെയുള്ള മദ്രസയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഔദ്യോഗികമായ പഠന സംവിധാനത്തിന് വേണ്ടിയാണ് ഇക്കാലം അത്രയും നമ്മൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്. ഇപ്പം നമ്മൾ പുതുതായി ആരംഭിക്കാൻ ആഗ്രഹിക്കുന്നത് മദ്രസയിലെ 1-ാം തരത്തിലേക്ക് കുട്ടികൾ എത്തിപ്പെടുന്നതിന് മുമ്പ് ഏകദേശം 3.5 വയസ്സ് പ്രായമാകുമ്പോൾ തന്നെ പ്രീ സ്കൂളുകൾ അല്ലെങ്കിൽ പ്രീ ഇസ്ലാമിക് സ്കൂളുകൾ എന്ന രീതിയിൽ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മുടെ എല്ലാ നാടുകളിലും എല്ലാ മദ്രസകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സജീവമായി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിൽ തന്നെ അൽബിർ സംവിധാനങ്ങൾ എന്ന് പറയുന്ന മനോഹരമായ സംവിധാനം സമസ്ത തന്നെ ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് വന്ന സാഹചര്യത്തിൽ അത്തരം ഒരു പഠന പ്രവർത്തനത്തിന് വേണ്ടി നമ്മുടെ മദ്രസയെ പാകപ്പെടുത്തുക, നമ്മുടെ ഈ മഹല്ല് പരിധിയിലുള്ള 3.5 വയസ്സ് പ്രായമുള്ള വിദ്യാർത്ഥിനികളെ പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ ചുറ്റുപാടിൽ അവർക്ക് വേണ്ട അടിസ്ഥാനപരമായ വിദ്യാഭ്യാസം, അത് ഭാഷാ സംബന്ധമായും ഭൗതിക സംബന്ധമായ വിവരങ്ങളൊക്കെ അടിസ്ഥാനക്രമപ്പെടുത്തി നമ്മുടെ മക്കളെ കാലോചിതമായ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അൻസാർ പ്രീ ഇസ്ലാമിക് സ്കൂൾ എന്ന ഈ മനോഹരമായ സംവിധാനം ഇന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നമ്മുടെ നാടിനു വേണ്ടി സമർപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരി വിജയത്തിലെത്തിക്കാൻ നമ്മളെ സഹായിക്കുമാറാവട്ടെ. നമുക്കൊക്കെ അറിയാം, അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ അറിവിന് വലിയ പ്രാധാന്യമുണ്ട്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസ് നമ്മളെ ചിന്തിപ്പിക്കേണ്ടതാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മക്കളെയും അല്ലാഹു തആല ശുദ്ധപ്രകൃതിയിലാണ് ഈ ലോകത്തേക്ക് കൊണ്ടുവന്നത്. ഒരു കുട്ടിയെയും കുറ്റവാളിയായി ഈ ലോകത്തേക്ക് അല്ലാഹു തആല കൊണ്ടുവന്നിട്ടില്ല. ഒരു കുട്ടിയെയും ശിർക്കിൻ്റെ വാഹകരായി ഈ ലോകത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവന്നിട്ടില്ല. അരുതായ്മകൾ ചെയ്യാൻ പ്രാപ്തിയോടുകൂടി അരുതായ്മകൾ ചെയ്യുന്ന ഒരു മനോനിലയോടുകൂടി ഒരു കുട്ടിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്ത് സംവിധാനിച്ചിട്ടില്ല. ഈ ഭൂമി ലോകത്തേക്ക് കടന്നു വന്ന കുട്ടികൾ വിശ്വാസിയുടെ മക്കളാണെങ്കിലും അവിശ്വാസിയുടെ മക്കളാണെങ്കിലും ലോകത്തേക്ക് അല്ലാഹു സമ്മാനിച്ചിട്ടുള്ളത് ശുദ്ധപ്രകൃതിയിലാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മനോഹരമായി ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നു. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, വളരെ ശുദ്ധമായ അള്ളാഹുവിനെയും തൗഹീദിനെയും ഇസ്ലാമിക വിശ്വാസാചാരങ്ങളെയും പ്രമാണങ്ങളെയും അംഗീകരിക്കാൻ പറ്റുന്ന രീതിയിൽ ലോകത്തുള്ള സകല മക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് സംവിധാനിച്ചത് ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഉതിർന്നു വരുന്ന സമയം ആ കുട്ടി കളങ്കമില്ലാത്ത കുട്ടിയാണ്, കളങ്കരഹിതമായ കുട്ടിയാണ് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ വാക്ക് അവിടെ അവസാനിപ്പിക്കുന്നില്ല. പിന്നീട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഈ കുട്ടി പിൽക്കാലത്ത് ചെയ്യുന്ന തിന്മകളുടെയും പിൽക്കാലത്ത് ചെയ്യുന്ന എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ഒക്കെ അതിൻ്റെ ഉടമസ്ഥാവകാശം യഥാർത്ഥത്തിൽ അവരുടെ മാതാപിതാക്കൾക്കാണ്. ഈ കുട്ടിയെ ജൂതനാക്കുന്നത്, ഈ കുട്ടിയെ ക്രിസ്ത്യാനിയാക്കുന്നത്, ഈ കുട്ടിയെ മജൂസിയാക്കുന്നത് എന്നാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരാമർശം.
കേവലം ജൂതായിസമല്ല അല്ലെങ്കിൽ ക്രിസ്ത്യാനിസമല്ല, മറിച്ച് അതിനപ്പുറം ഈ കുട്ടിയിൽ കടന്നു വരുന്ന എല്ലാ തിന്മകളുടെയും ഉത്തരവാദിത്വം ശുദ്ധപ്പകുതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ച മക്കളെ ഈ കുറ്റകൃത്യങ്ങളിലേക്കും അതുപോലെ തന്നെ തമ്മാടിത്തരങ്ങളിലേക്കും ഒക്കെ വഴി നടത്തുന്നത് ആ കുട്ടിയുടെ മാതാപിതാക്കളാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ മനോഹരമായൊരു ഹദീസ്, കാലോചിതമായ ഹദീസ്, നമുക്കൊക്കെ കൂടുതൽ പാഠമാകേണ്ട ഹദീസ് ഈ സമയത്ത് ഈ സദസ്സിന് മുമ്പാകെ സമർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മുടെ വർത്തമാനകാലത്ത് നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് അങ്ങോട്ടാണ്. ഏറ്റവും അവസാനം ഈ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ നാടുകളിൽ സജീവമായി ചർച്ചയിൽ നിൽക്കുന്നത് 18 വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടി വളരെ നിഷ്ഠൂരമായി 56 വയസ്സുള്ള ഒരു മനുഷ്യനെ അറുകൊല നടത്തി ആ ശരീരം കഷ്ണങ്ങളാക്കി മുറിച്ച് അതിൻ്റെ തെളിവ് നശിപ്പിക്കുവാൻ വേണ്ടിയുള്ള ശ്രമങ്ങളും നടത്തി അവസാനം പിടിക്കപ്പെട്ട സമയത്ത് പോലും ഒരു കൂസലുമില്ലാതെ ആത്മധൈര്യത്തോടുകൂടി മുഖം കൃത്യമായി മീഡിയയ്ക്ക് മുമ്പിൽ കൊടുത്തുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മാനസിക നിലയിലേക്ക് നമ്മുടെ ഈ നാട്ടിലെ, നമ്മുടെ നാടുകളിലെ അല്ലെങ്കിൽ ചെറുപ്പക്കാരികളായ കുട്ടികൾ വളർന്നു വരുന്നൊരു സാഹചര്യം എത്രമേൽ അപകടം പിടിച്ചൊരു സാഹചര്യമാണ് എന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഇത് ഉത്തരേന്ത്യയിൽ നടക്കുന്നൊരു സംഭവമല്ല. പലപ്പോഴും ഉത്തരേന്ത്യയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ ഈ കേരളത്തിൽ തന്നെ മതമെത്താത്ത അല്ലെങ്കിൽ നമ്മുടെ സന്ദേശങ്ങൾക്ക് വലിയ പ്രാധാന്യമില്ലാത്ത ചില ഏരിയകളുണ്ട്. പാലക്കാടിൻ്റെ തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്ന ചില പ്രദേശങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഉദാഹരിക്കാം. അത്തരത്തിൽ മതബോധമില്ലാത്ത അല്ലെങ്കിൽ മതത്തിൻ്റെ സന്ദേശങ്ങൾ കൃത്യമായി കടന്നു ചെല്ലാത്ത നമ്മുടെ മദ്രസ സംവിധാനങ്ങളും അനുബന്ധ സാഹചര്യങ്ങളും ഒക്കെ പ്രവർത്തിക്കാത്ത ചില ഏരിയകൾ നമുക്ക് കാണാൻ കഴിയും. അവിടെയും വളർന്നവരല്ല. കൃത്യമായി മലപ്പുറം ജില്ലയോട് ചേർന്ന് നിൽക്കുന്ന, പാലക്കാട് ജില്ലയും മലപ്പുറം ജില്ലയോടും ചേർന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ നമ്മുടെ മദ്രസ സംവിധാനങ്ങളൊക്കെ വളരെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന സാഹചര്യങ്ങളിൽ വളർന്നു വരുന്ന ഈ ചെറുപ്പക്കാരും അതുപോലെ തന്നെ ചെറുപ്പക്കാരികളും പരിശുദ്ധ ഇസ്ലാം എന്ന് പോയിട്ട് ഒരു മാനവിക മൂല്യങ്ങളും മനുഷ്യത്വവും തൊട്ടു തീണ്ടാത്ത രീതിയിൽ മൃഗീയമായ മനസ്സിനുടമകളായി മാറുന്നതിൻ്റെ ചേതോവികാരത്തെക്കുറിച്ച്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെക്കുറിച്ച്, അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യകാരണങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കാനും പഠിക്കാതിരിക്കാനും വിശ്വാസികളായ നമുക്ക് ഒരിക്കലും കഴിയില്ല. വളരെ ധാർമ്മികമായ ഉത്തരവാദിത്വം രക്ഷിതാക്കളെന്നുള്ള നിലക്കും മഹല്ല് കാരണവന്മാരെന്നുള്ള നിലക്കും നമുക്കൊക്കെ വന്നു ചേരുന്നൊരു സാഹചര്യം കൂടിയാണെന്ന് സാന്ദർഭികമായി ഈ സമയത്ത് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ചു, മദ്രസ സംവിധാനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ മനോഹരമായ സൗകര്യം, അല്ലാഹു കേരളീയ മുസ്ലിമീങ്ങൾക്ക് തന്ന വലിയൊരു സൗഭാഗ്യമാണിത്. ലോകത്തെവിടെയും കാണാത്ത രീതിയിൽ മനോഹരമായി വ്യവസ്ഥാപിതരമായ രീതിയിൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീന് പഠിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള സാഹചര്യം നമ്മുടെ നാടുകളിലുണ്ട്. ഇത് അള്ളാഹു തന്ന ഒരു വല്ലാത്ത തൗഫീഖാണ്. ഒരുപക്ഷെ അറേബ്യൻ രാഷ്ട്രങ്ങളിൽ പോലും, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ എന്ന് പറയപ്പെടുന്ന രാജ്യങ്ങളിൽ പോലും ഇല്ലാത്ത സൗകര്യങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കേരളീയ മുസ്ലിമീങ്ങൾക്ക് തന്നിട്ടുള്ളത്. രാജ്യത്തിൻ്റെ ജനാധിപത്യവും മതേതരത്വവും ഒക്കെ നമ്മുടെ മതപരമായ ഒരു അനുഗ്രഹമാണ് എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മതേതരത്വ സ്വഭാവം നമ്മുടെ നാട്ടിൽ നിലനിർത്തിയപ്പോൾ, ജനാധിപത്യ സ്വഭാവം നമ്മുടെ നാട്ടിൽ നിലനിർത്തിയപ്പോൾ 1947 രാജ്യം രണ്ടായി പാകിസ്ഥാൻ എന്നൊരു രാജ്യം പിരിഞ്ഞുപോയ സമയത്ത്, ഇസ്ലാമിക സമൂഹമായി അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രമായി പിരിഞ്ഞുപോയ സമയത്തും ഇന്ത്യ മഹാരാജ്യത്ത് ഈ രാജ്യം ജനാധിപത്യവും മതേതരത്വവും ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമായി നിലനിൽക്കണമെന്ന് നമ്മുടെ രാഷ്ട്രപിതാക്കളും രാഷ്ട്ര നേതാക്കളും രാഷ്ട്ര നിർമ്മാതാക്കളും ആഗ്രഹിച്ചപ്പോൾ അള്ളാഹു വലിയ ഒരു തൗഫീഖാണ് മതപരമായി നമുക്ക് നൽകിയത്. നമ്മുടെ രാജ്യത്ത് മതം പ്രചരിപ്പിക്കാൻ, ആ മതം പഠിപ്പിക്കാൻ, ആ മതമനുസരിച്ച് ജീവിക്കാൻ, ആ മതപാഠശാലകൾ നിർമ്മിക്കാൻ, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ നിർമ്മിക്കാൻ എല്ലാ സൗകര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. പക്ഷേ ഉത്തരേന്ത്യയിൽ അത് പലപ്പോഴും സംഘടിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നമ്മുടെ സമൂഹം തയ്യാറാകാത്തതിൻ്റെ പേരിൽ അതിനുള്ള സൗകര്യങ്ങളില്ലാതെ പോയി. പക്ഷേ കേരളീയ മുസ്ലിമീങ്ങൾ വലിയ ഭാഗ്യം ലഭിച്ചപ്പോൾ നമ്മൾ വളരെ വ്യവസ്ഥാപിതമായ രീതിയിൽ നമ്മുടെ ഉലമാവും ഉമറാവും ഒക്കെ ചേർന്ന് നിന്ന് നമ്മുടെ സയ്യിദന്മാരുടെ നേതൃത്വത്തിൽ കൃത്യമായ ഒരു ധാരണയോടുകൂടി ഇസ്ലാമിക സമൂഹത്തെ സംസ്കരിക്കുവാനും സജ്ജമാക്കുവാനും ഇസ്ലാമികമായി അവരെ വളർത്തുവാനും വേണ്ടി നമ്മൾ ശ്രമം നടത്തിയപ്പോൾ അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഇന്ന് നമ്മൾ ഈ കാണുന്ന മനോഹരമായ ഇസ്ലാമികമായ ഒരു അന്തരീക്ഷവും സംസ്കാരവും നമ്മുടെ നാടുകളിൽ നിലനിന്നു. അൽഹംദുലില്ലാഹ്, നിങ്ങൾ ആലോചിച്ച് നോക്ക്, 10,500 പരം വരുന്ന മദ്രസകൾ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമാക്ക് കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിനുവേണ്ടി വർഷത്തിൽ നമ്മൾ ചെലവഴിക്കുന്ന സമ്പത്തിൻ്റെ കണക്ക് നമ്മൾ ആലോചിച്ചാൽ നമ്മൾ അന്തം വിട്ടു പോകും. ഒരുപക്ഷെ നമ്മൾ കണക്ക് കൂട്ടാത്തത് കൊണ്ടും അതിനെക്കുറിച്ച് ചിന്തിക്കാത്തത് കൊണ്ടും അതിൻ്റെ കാര്യഗൗരവം നമുക്കറിയില്ല. എത്ര കോടി രൂപയാണ് മതം പഠിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മുടെ കുട്ടികൾക്ക് ദീന് പഠിപ്പിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ മുസ്ലിം സമൂഹം ചെലവാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് ഒരു ചെറിയ നിലക്ക് നമ്മൾ ഒരു കാൽക്കുലേറ്റർ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ കണക്ക് നമ്മൾ കൃത്യമായി പഠിച്ചുകൊണ്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എത്രമേൽ വലിയ
ത്യാഗമാണ്, സാമ്പത്തികമായ ശേഷിയാണ് ഈ മതപരമായ അധ്യാപനത്തിന് വേണ്ടി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കൊക്കെ ബോധ്യപ്പെടും. നമ്മുടെ ഈ മദ്രസയിൽ, നമ്മുടെ ഈ മഹലിൽ പോലും നമ്മൾ എത്രമേൽ ഭീമമായ സംഖ്യയാണ് ഇതിനു വേണ്ടി ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും. ഞാൻ പറയുന്നത് അത്രമേൽ വലിയ സംഖ്യകൾ ചെലവഴിച്ചുകൊണ്ട് അവനവൻ്റെ വീട്ടിലെ മക്കൾക്ക് കൊടുക്കേണ്ട, അവനവൻ്റെ വീട്ടിലെ മക്കൾക്ക് സൗകര്യത്തോടു കൂടി ജീവിക്കേണ്ട, അതിനുവേണ്ടി ഉപയോഗിക്കേണ്ട തൻ്റെ പണം നമ്മുടെ നാട്ടിലെ പരിശുദ്ധമായ ദീനി ദഅവ പ്രവർത്തനങ്ങൾക്ക്, പ്രത്യേകിച്ച് മദ്രസകൾക്ക്, അതുപോലെ തന്നെ നമ്മുടെ പള്ളികൾക്ക് വേണ്ടി ചെലവഴിച്ചുകൊണ്ട് ഈ ദീനി സാഹചര്യങ്ങൾ നമ്മുടെ നിലനിർത്തുവാനുണ്ടായ കാരണം പൂർവികരായ മഹാന്മാർ നമുക്ക് സമ്മാനിച്ച ഈ മഹത്തായ സംവിധാനങ്ങളാണ്. പക്ഷേ ഇന്നിപ്പോൾ അത് ഫലവത്തായ രീതിയിൽ നമുക്ക് നടപ്പിൽ വരുത്താൻ കഴിയുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് നമ്മൾ അർത്ഥവത്തായി ചിന്തിക്കേണ്ടതുണ്ട്. എന്താണ് അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീൻ അനുസരിച്ചുകൊണ്ട് ഈ വളർന്നു വരുന്ന ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മൾ ആലോചിച്ച് നോക്ക്. പുതിയ തലമുറയിൽ നമ്മൾ ആരെയും മറിച്ച് നമ്മളിത് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ഈ കുറ്റവാളിയിലേക്ക് നമ്മുടെ ചിന്ത പോകും. ഇന്ന് പത്രങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന പേരുകളിലേക്ക് നമ്മുടെ ചിന്ത പോകും. പത്രങ്ങളിൽ വരുന്നത് 10,000-ൽ ഒരാളുടെ പേരാണ്, പത്രങ്ങളിൽ വരുന്നത് 1000-ൽ ഒരാളുടെ പേരാണ്. അത് പിടിക്കപ്പെട്ടാൽ മാത്രമല്ല പിടിക്കപ്പെട്ടിട്ട് പത്രങ്ങളിലേക്ക് കൊടുക്കാൻ വേണ്ടി അത്രമേൽ നിർബന്ധിതാവസ്ഥയിൽ മാത്രമാണ് ഇത് പത്രങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. മീഡിയകളൊന്നും ചർച്ച ചെയ്യുന്നില്ലെങ്കിൽ പോലും, മീഡിയയുടെ മുമ്പിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ പോലും, നമ്മുടെ ഈ മഹല്ലിന്റെ പരിധിയിൽ പോലും, അല്ലെങ്കിൽ ഓരോ മഹല്ലിന്റെ പരിധിയിൽ പോലും എത്രമേൽ വലിയ അനിസ്ലാമികമായ പ്രവർത്തനങ്ങൾ നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, കൗമാരക്കാർക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് നമ്മളൊക്കെ ബോധവാന്മാരാകേണ്ടതുണ്ട്. അവർ മദ്രസയിൽ പഠിച്ചവരാണ്, ദീന് പഠിച്ചവരാണ്, പലപ്പോഴും ദീന് കേൾക്കാൻ അവസരം കിട്ടിയവരാണ്, ദഅവത്തിന്റെ സന്ദേശം എത്തിയവരാണ്, അള്ളാഹുവിന്റെ പരിശുദ്ധതയെ കുറിച്ച് അറിയുന്നവരാണ്. പക്ഷേ ഖൽബിലേക്ക് ഈമാൻ എത്തിക്കാൻ, അവരുടെ ഖൽബിലേക്ക് അള്ളാഹുവിനെ കുറിച്ച് രൂഢമൂലമായ വിശ്വാസവും അള്ളാഹുവിനെ കുറിച്ചുള്ള മതിപ്പും ഉണ്ടാക്കി കൊടുക്കാൻ എന്തുകൊണ്ടോ നമുക്ക് സാധ്യമാകാതെ പോകുന്നുണ്ട്. അതിൻ്റെ ദുരന്തം നമ്മുടെ നാടുകളിൽ വലിയ രീതിയിൽ നിരീശ്വരവാദികളടക്കമുള്ള ഇസ്ലാമിക വിരുദ്ധ ശക്തികൾ നമ്മുടെ ചെറുപ്പക്കാരുടെ മനസ്സിലേക്ക് ഇങ്ങനെ കയറിപ്പറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംശയങ്ങൾ നിരന്തരമായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള സംശയങ്ങൾ, മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ, അതുപോലെ തന്നെ പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ചുള്ള സംശയങ്ങൾ. ഇപ്പം അതൊരു പടി കൂടി മുന്നോട്ട് കടന്നു വന്ന് കേരളീയ മുസ്ലിം സമൂഹത്തിന് നേതൃപരമായി പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സംഘടിത ശക്തികൾക്കെതിരെയുള്ള സംശയങ്ങൾ, ആ സംഘടിത ശക്തിയുടെ നേതാക്കൾക്കെതിരെയുള്ള സംശയങ്ങൾ, അത് നിരന്തരമായി സോഷ്യൽ മീഡിയകളിലൂടെയും അനുബന്ധ പ്ലാറ്റ്ഫോമുകളിലൂടെയും ചർച്ച ചെയ്ത് മുസ്ലിം സമൂഹത്തിൻ്റെ കെട്ടുറപ്പിനെയും, മുസ്ലിം സമൂഹത്തിൻ്റെ ഐക്യത്തിനെയും, മുസ്ലിം സമൂഹത്തിൻ്റെ വിശ്വാസത്തെയും, മുസ്ലിം സമൂഹത്തിൻ്റെ നേതൃത്വത്തെ അനുസരിക്കുന്നതിനുള്ള പ്രവണതയെയും പൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന പ്രവണതകളാണ് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാരിലും നമ്മുടെ നാടുകളിലും നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിത് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് മനോഹരമായൊരു സംരംഭത്തിന് നമ്മളിവിടെ തുടക്കം കുറിക്കുമ്പോൾ വലിയ സന്തോഷം നമുക്കുണ്ടെങ്കിലും ഈ സംരംഭങ്ങളൊക്കെ അവസാനം അതിൻ്റെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുന്നതിൽ എത്രമാത്രം നമുക്ക് വിജയിക്കാൻ കഴിയുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി ഒരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ആഗ്രഹിക്കാം. ഇവിടെ പ്രീ സ്കൂളാണ് തുടങ്ങുന്നത്. പ്രീ സ്കൂൾ ഒരു കൗതുകം നിറഞ്ഞ സംവിധാനമാണ്. നമുക്കറിയാം, നമ്മുടെ ഉമ്മമാരൊക്കെ വളരെ താല്പര്യത്തോടെയാണ് എല്ലാ പ്രീ സ്കൂളിലേക്കും നമ്മുടെ കുട്ടികളെ കൊണ്ടുവരാറുള്ളത്. അവർ വളരെ ആവേശത്തോടെ കൊണ്ടുവരും. മാത്രമല്ല, ആദ്യമായി കുട്ടിയെ ചേർക്കുന്നത് മുതൽ, ആദ്യമായി ഇന്നത്തെ ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളുടെ കൈകളിൽ നിന്ന് ആ കുട്ടി അലിഫിന്റെ ആദ്യാക്ഷരം എഴുതുന്നത് മുതൽ, പഠിക്കുന്നത് മുതൽ, ഈ മനോഹരമായ സദസ്സിന്റെ എല്ലാ സൗകുമാര്യതയും നമ്മുടെ ഉമ്മമാരും നമ്മുടെ ഉപ്പമാരും അത് മൊബൈലിന്റെ പ്രൊഫൈലിലേക്കും മൊബൈലിന്റെ സ്റ്റാറ്റസിലേക്കും ഒക്കെ പകർത്തും. എന്നിട്ട് നമ്മൾ സന്തോഷിക്കും. അതുപോലെ തുടർന്ന് വരുമ്പോൾ പഠന പ്രക്രിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കുട്ടികൾ മുന്നോട്ട് പോകുമ്പോൾ 3 വയസ്സായ കുട്ടി, 3.5 വയസ്സായ കുട്ടി, 4 വയസ്സായ കുട്ടി ഫാത്തിഹ ഓതുമ്പോൾ അത് നമ്മുടെ സ്റ്റാറ്റസിൽ ഉണ്ടാകും. 3.5 വയസ്സായ കുട്ടി ടോയ്ലറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ടോയ്ലറ്റിലേക്ക് കടക്കാൻ 1 നിമിഷം ബാക്കി വെച്ച് ദിക്ർ ചൊല്ലി എന്നിട്ട് ഇടതുകാല് വെച്ചുകൊണ്ട് ടോയ്ലറ്റിൽ കടക്കുമ്പോൾ അത് നമ്മുടെ സ്റ്റാറ്റസിൽ, നമ്മുടെ മൊബൈൽ ഫോണിൽ അത് സ്റ്റാറ്റസ് ആയിരിക്കും. അങ്ങനെ ആളുകൾ കൗതുകത്തോടെ ലൈക്ക് അടിക്കും. നമ്മളും വല്ലാത്ത അഭിമാനബോധത്തോടു കൂടി ജീവിക്കും. എൻ്റെ കുട്ടി വളരെ ഉഷാറാണ്, മനോഹരമാണ്, എൻ്റെ കുട്ടിയെ ലോകം കാണുന്നുണ്ട്, എൻ്റെ കുട്ടി പരിശുദ്ധ ഖുർആൻ ഓതാൻ അറിയുന്നവരാണ്, ദിക്ർ ചൊല്ലാൻ അറിയുന്നവരാണ്. പരിശുദ്ധ ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമ്മുടെ മക്കളെ ചെറുപ്രായത്തിൽ വളർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടു കൂടിയാണല്ലോ നമ്മൾ ഇസ്ലാമിക് പ്രീ സ്കൂൾ ക്രമീകരിച്ചിട്ടുള്ളത്. നേരത്തെ സ്വാഗത ഭാഷണത്തിൽ ബഹുമാനപ്പെട്ടവരിവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പ്രീ സ്കൂളുകൾ നമ്മുടെ നാടുകളിൽ ഇല്ലാത്തത് കൊണ്ടല്ല. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ അൽബിറാണെങ്കിലും മറ്റു നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും സ്വതന്ത്രമായി നടത്തുന്ന സംവിധാനങ്ങളാണെങ്കിലും, അസ്മിക്ക് കീഴിലുള്ള സംവിധാനങ്ങളാണെങ്കിലും, ട്രെൻഡിന്റെ കീഴിലുള്ള സംവിധാനങ്ങളാണെങ്കിലും, എല്ലാ സംവിധാനത്തിലും ഇസ്ലാമികമായ ഒരു ചുറ്റുപാടിലൂടെ നമ്മുടെ മക്കളെ വളർത്തിക്കൊണ്ടുവരിക, ചെറുപ്രായത്തിൽ തന്നെ ഇസ്ലാമികമായ സന്ദേശങ്ങൾ നമ്മുടെ മക്കൾക്ക് പകർന്നു കൊടുക്കുക എന്ന വലിയൊരു താല്പര്യം അതിൻ്റെ പിറകിലുണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ,
അതേസമയം ആ താല്പര്യത്തോടു കൂടി നമ്മുടെ മക്കളെ ചേർത്തുകൊണ്ട് 2 വർഷക്കാലം നമ്മൾ LKGയും UKGയും നമ്മുടെ മക്കളെ പഠിപ്പിച്ച് മനോഹരമായ ഈ ഒരു സംസ്കൃതിയിൽ നമ്മുടെ കുട്ടികൾ വളരുമ്പോഴും ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, ഈ ദിക്ർ ചൊല്ലുന്ന കുട്ടി, ഈ തബാറക സൂറത്ത് ഓതുന്ന കുട്ടി, ഈ ഫാത്തിഹ ഓതുന്ന കുട്ടി, ഈ സുന്നത്തുകൾ പാലിക്കുന്ന കുട്ടി, ഈ നന്മയുടെ എല്ലാ വശങ്ങളും പഠിച്ചു വെച്ച കുട്ടി, അവനൊരു പ്രായപൂർത്തിയാകുന്ന 14-15 വയസ്സിൽ അവൻ ടോയ്ലറ്റിലേക്ക് കടക്കുന്ന സമയത്ത് ടോയ്ലറ്റിന് മുമ്പിൽ ഒരു സെക്കൻഡ് സമയം നിന്ന് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബുസി വൽ ഖബായിസ് എന്ന് പറഞ്ഞ് ടോയ്ലറ്റിലേക്ക് അവനെ ഇടതുകാല് വെച്ചുകൊണ്ട് പ്രവേശിപ്പിക്കാൻ ഏതെങ്കിലും ഒരു ഉമ്മമാർക്ക്, ഏതെങ്കിലും ഒരു ഉപ്പമാർക്ക് കഴിയാറുണ്ടോ? എൻ്റെ ചോദ്യം അതാണ്. 3.5 വയസ്സായ കുട്ടി ഇത് ചെയ്യും, അത് ചെയ്യുന്നുണ്ട് എന്ന് സ്റ്റാറ്റസിലുണ്ടാകും, അത് നാട്ടുകാരെല്ലാം അറിയും, അതിന് ലൈക്കും കിട്ടും. 3.5 വയസ്സായ ഒരു കുട്ടിയോട് പരിശുദ്ധ ഇസ്ലാമിൽ കീർത്തനമില്ലല്ലോ, തക്ലീഫില്ലല്ലോ, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള കൽപ്പനയില്ലല്ലോ. കൽപ്പനയുള്ള സമയം ഏതാണ്? കൽപ്പനയുള്ള സമയം പ്രായപൂർത്തിയാകുന്ന നിമിഷം മുതലാണ്. ആ സമയത്ത് ഈ മക്കളെ കൊണ്ട് ഇത് പ്രവർത്തിപ്പിക്കാൻ നമുക്ക് ആർക്കെങ്കിലും കഴിയാറുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ ഫലവത്താണ് എന്ന് നമുക്ക് അവകാശപ്പെടാൻ കഴിയും. ഇത് വെറും സ്റ്റാറ്റസിൽ വെക്കാനുള്ള, മൊബൈൽ ഫോണിൻ്റെ പ്രൊഫൈൽ പിക്ചർ ആക്കാനുള്ള ഒരു ഏർപ്പാടാക്കി നമ്മൾ മാറ്റുന്നില്ലേ എന്ന് ഞാൻ സംശയം പ്രകടിപ്പിക്കാം. നമ്മുടെ അനുഭവ സമ്പത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, എവിടെയാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത്? വളരെ നല്ല കാര്യമാണ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്, ചെറിയ മക്കൾക്ക് പരിശുദ്ധമായ ദീൻ ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കണം. അത് പകർന്നു കൊടുക്കുമ്പോൾ കൃത്യമായ ബോധം ഉമ്മമാർക്കുണ്ടാകണം, ഉപ്പമാർക്കുണ്ടാകണം. എന്തിനു വേണ്ടിയാണ് എൻ്റെ കുട്ടിക്ക് ഞാനിത് പകർന്നു കൊടുക്കുന്നത് എന്ന്. അത് ആ കുട്ടിയുടെ ജീവിതത്തിൽ വളർന്നു വരുമ്പോൾ, കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ അത് നഷ്ടപ്പെടാൻ പാടില്ല എന്ന് മാത്രമല്ല, കൂടുതൽ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ആ കുട്ടിക്ക് സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കണം. കൂടുതൽ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ ആ കുട്ടി പ്രായപൂർത്തിയാകുന്ന അവസരത്തിൽ ആ കുട്ടിയെ വിളിച്ചുകൊണ്ട് പറയാൻ ഒരു ഉമ്മാക്ക് കഴിയണം, ഒരു ഉപ്പാക്ക് കഴിയണം. 3.5 വയസ്സ് മുതൽ ഏകദേശം 10 വർഷക്കാലം 12 വർഷക്കാലം നിരന്തരമായി അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിൽ നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായി നിനക്ക് പഠിപ്പിച്ചു തരാനും നിന്റെ ജീവിതത്തിൽ പകർത്താനും വേണ്ട സാഹചര്യങ്ങൾ നിന്റെ ഉമ്മ എന്നുള്ള നിലക്ക് ഞാൻ നിനക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. ഉപ്പാക്ക് പറയാൻ കഴിയണം, 3.5 വയസ്സ് പ്രായമാകുമ്പോൾ സൗജന്യമായി സർക്കാർ തല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു നാട്ടിൽ സർക്കാർ തല സൗകര്യം ഉപയോഗപ്പെടുത്താതെ സ്വന്തം പോക്കറ്റിൽ നിന്ന് ക്യാഷ് എടുത്തിട്ട് മതപരമായ ദീനീപരമായ വിദ്യാഭ്യാസവും അതിൻ്റെ അടിസ്ഥാന ബാലപാഠവും നിനക്ക് പഠിപ്പിക്കാൻ 3.5 വയസ്സ് മുതൽ 10-12 വർഷമായി ഞാൻ നിരന്തരമായി ശ്രമം നടത്തിക്കൊണ്ടിരിക്കാൻ. ഇപ്പൊ നിനക്ക് പ്രായപൂർത്തിയായിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ദീന് കൊണ്ടു നടക്കാൻ നീ ബാധ്യസ്ഥനാണ്. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള നിന്റെ ജീവിതത്തിൽ നിനക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനില്ലെങ്കിൽ, ദീനി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ നീ ചെയ്യുകയാണെങ്കിൽ, ഈ 15 വയസ്സ് കഴിഞ്ഞിട്ട് പ്രായപൂർത്തിയാകുന്ന സമയം കഴിഞ്ഞിട്ട് ഒരു ഫർള് നിസ്കാരം നീ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ ഉപ്പ അതിന് ഉത്തരവാദിയല്ല, ഉമ്മ അതിന് ഉത്തരവാദിയല്ല. 3.5 വയസ്സ് മുതൽ നിനക്ക് ഓർമ്മയുടെ കാലം വെക്കാത്തത് മുതൽ, ഓർമ്മ വെക്കാത്ത കാലം മുതൽ നിന്നെ ഞാൻ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ചുറ്റുപാടിലാണ് വളർത്തിയിട്ടുള്ളത്. കേരളത്തിൽ നമുക്കറിയാം, നമ്മുടെ ഭൗതിക സംവിധാനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ തല സംവിധാനങ്ങൾ ഇതെല്ലാം സൗജന്യമായി നൽകുന്നുണ്ട്. ആനുകൂല്യങ്ങളുണ്ട്, പാലും മുട്ടയും വരെ കിട്ടും. അങ്ങനെ ആനുകൂല്യത്തോടു കൂടി ഈ സൗകര്യങ്ങൾ സർക്കാർ സംവിധാനം നടത്തിയിട്ട് എൻ്റെ കുട്ടിക്ക് മതപരമായ ചുറ്റുപാടിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ബാലപാഠങ്ങളൊക്കെ ജീവിതത്തിൽ കേവലം പഠിക്കലല്ല, അത് പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവന്നുകൊണ്ട് മനോഹരമായ ഒരു മുസ്ലിമത്തായി തൻ്റെ കുട്ടി വളരണമെന്നുള്ള അതിയായ ആഗ്രഹത്തിന്റെ ഫലമായി തൻ്റെ കുടുംബം പാറ്റാനുള്ള സമ്പത്തിൽ നിന്നൊരു ഓഹരി ഈ വിദ്യാഭ്യാസ മേഖലയിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവന്നത് വലിയ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് എന്നുള്ള തിരിച്ചറിവ് രക്ഷിതാക്കൾക്കുണ്ടാകണം, അത് വാപ്പമാർക്കുണ്ടാകണം, അത് ഉമ്മമാർക്കുണ്ടാകണം. അല്ലാതെ 3.5 വയസ്സായ ഒരു കുട്ടിയെ ഒരു ഇസ്ലാമിക് പ്രീ സ്കൂളിൽ നമ്മൾ ചേർത്തി 2-3 തവണ സ്റ്റാറ്റസ് വെക്കാനും പ്രൊഫൈൽ പിക്ചറിന്റെ ഫോട്ടോ വെക്കാനുമായി നമ്മൾ ഈ സംരംഭത്തെ തരം താഴ്ത്താൻ പാടില്ല. വലിയ ലക്ഷ്യം നമുക്ക് ഇതിന്റെ പുറകിലുണ്ടാകാം, വലിയ ത്യാഗം നമ്മൾ ഇതിനു വേണ്ടി ചെയ്യണം. നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടം നിങ്ങൾക്കറിയാം, നമുക്കൊക്കെ അറിയാം, മൊബൈൽ ഫോണിന്റെ ഒരു കാലഘട്ടമാണ്. ഒരാൾക്കും ഒരാളെയും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു കാലമാണ്. എത്ര നിയന്ത്രിച്ചാലും നമ്മുടെ കുട്ടികളുടെ കൈകളിലേക്ക് മൊബൈൽ ഫോൺ കടന്നു വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്.
അല്ലെങ്കിൽ കുട്ടികൾ ആത്മഹത്യാ ഭീഷണി മുഴക്കുകയാണ്. ബിൽഡിങ്ങിന്റെ മുകളിൽ കയറിയിട്ട് ഇപ്പം ചാടും മൊബൈൽ ഫോൺ കിട്ടിയിട്ടില്ലെങ്കിൽ എന്ന് പറയാൻ. നിർബന്ധിത സാഹചര്യത്തിൽ മൊബൈൽ ഫോൺ കുട്ടികൾക്ക് കൊടുക്കാതിരിക്കാൻ നമ്മുടെ മുമ്പിൽ നിർവാഹമില്ല. മനുഷ്യൻ ഗതികെട്ടു പോവുകയാണ്. ഉമ്മമാരും ഉപ്പമാരും അങ്ങനെ കുട്ടികൾ ഭീഷണിപ്പെടുത്തുമ്പോൾ ആ കുട്ടികൾക്ക് മുമ്പിൽ വഴങ്ങിപ്പോവുകയാണ്. ഇപ്പോ നേരത്തെ പറയപ്പെട്ട ആ പെൺകുട്ടി, 18 വയസ്സ് പ്രായമായ പെൺകുട്ടിയുടെ ആ ചിത്രം നമ്മൾ മീഡിയകളിൽ കണ്ടപ്പോൾ അവരുടെ ഉമ്മ പോലും പറയുന്നത് എന്താണ്? ആ കുട്ടിയെ ഞങ്ങൾക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. 13 വയസ്സ് മുതൽ ആ കുട്ടി ഈ പറയപ്പെടുന്ന ചെറുപ്പക്കാരനുമായി അടുപ്പത്തിലാണ്. ഞങ്ങൾക്ക് അവളെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ വലിയ കുറ്റകൃത്യം ചെയ്തിട്ട് ആ കുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയ സമയത്ത് ഉപ്പ പറയുന്നൊരു സംസാരം നമ്മൾ കേട്ടു. 7ാം ക്ലാസ് മുതൽ നിന്നെ ഞങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, എത്രയോ അടിച്ചിട്ടുണ്ട്, എത്രയോ ചീത്ത വിളിച്ചിട്ടുണ്ട്, ഉപദേശിച്ചിട്ടുണ്ട്, എന്നിട്ടും നന്നായില്ല. നിങ്ങൾ ആ വർത്തമാനം കേട്ടവരായിരിക്കും. എന്നിട്ടും നന്നായില്ല. ഒരു പിതാവിന്റെ വിലാപമാണ്, ഒരു പിതാവിന്റെ സങ്കടമാണ്. ഞാനീ പറയുന്നത് 18 വയസ്സായപ്പോ ഒരു മനുഷ്യന് അറുകൊല നടത്തിയിട്ട് ആ മനുഷ്യന്റെ ഡെഡ് ബോഡി മയ്യത്ത് 3 കഷ്ടമാക്കി വെട്ടിപ്പൊളിച്ച് 2 ട്രോളി ബാഗുകളിലാക്കിക്കൊണ്ട് ചുരത്തിൽ കൊണ്ടുപോയി കൊക്കയിലേക്ക് മറിച്ചിടാൻ മാത്രം ഒരു കുട്ടിയുടെ മനസ്സ് പാകപ്പെടുന്നത് എങ്ങനെയാണ്? അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ലോകം നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു ലൈറ്റും ഒരു ബാനറും അതുപോലെ തന്നെ ഒരു ബലൂണും ഒരു നമ്മുടെ നാട്ടുകാരായ 8-10 ആളുകളും നമ്മുടെ ഈ പ്രത്യക്ഷമായ ലോകം കഴിഞ്ഞു. ഈ ലോകത്തല്ല നമ്മുടെ സമൂഹം ജീവിക്കുന്നത്. നമ്മുടെ സമൂഹത്തിലെ ചെറുപ്പക്കാർ ജീവിക്കുന്നത്, കൗമാരക്കാർ ജീവിക്കുന്നത് ഈ കാണുന്ന ലോകത്തല്ല. അവർ മറ്റൊരു ലോകത്താണ്. ഇതേ സമയത്ത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ, ഓൺലൈൻ സംവിധാനം ഓക്കെ ആണെങ്കിൽ അവർ മറ്റൊരു ലോകത്താണ് ജീവിക്കുന്നത്. ആ ലോകത്ത് അവർ ഈ കാണുന്നതൊന്നും കാണുന്നില്ല. അവർ നമ്മോട് കൂടെയല്ല, അവർ വല്ലാത്തൊരു ലോകത്താണ് ജീവിക്കുന്നത്. ആ ലോകത്തിലൂടെ കടന്നു പോകുന്ന വളർന്നു വരുന്ന കൗമാരക്കാരെയും ചെറുപ്പക്കാരെയും അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ എന്ന ലോകത്തിലെ തന്നെ സുന്ദരമായ ഒരു ആശയത്തിലേക്ക്, ധർമ്മത്തിലേക്ക് കൊണ്ടുവരാൻ ഓരോ ഉമ്മമാരും ഉപ്പമാരും ഓരോ നാട്ടിലെ കാരണവന്മാരും ത്യാഗം ചെയ്യേണ്ട ഒരു കാലമാണിത്. സൗകര്യങ്ങൾ കൂടിയ ഒരു ലോകമാണ്. ഇന്നിപ്പോ സൗകര്യങ്ങളുടെ ദീനാണ് നമ്മുടെ ദീൻ. പലപ്പോഴും തമാശയ്ക്ക് വേണ്ടി പറയാൻ പല ആളുകൾ പള്ളിയിലേക്ക് വരൂല. അപ്പൊ എന്താ പള്ളിയിലേക്ക് വരാത്ത എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും പള്ളിയിലെ AC കേടാണ്, 2 ദിവസമായിട്ട് പള്ളിയിലെ AC കേടാണ്. അപ്പൊ അതുകൊണ്ട് പള്ളിയിലേക്ക് വരാൻ മടിക്കുന്ന ആളുകളായി നമ്മൾ മാറിയിട്ടുണ്ട്. എത്ര പെട്ടെന്നാണ് നമ്മൾ മാറിയത്. പള്ളിയിലെ AC കേടെന്നാൽ പള്ളിയിലേക്ക് ജമാഅത്തിന് വരാത്തവരായി നമ്മൾ മാറി. എന്നിട്ട് നമ്മൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്, പരിശുദ്ധരായ ബദരീങ്ങള്, പരിശുദ്ധരായ സ്വഹാബത്ത് അവർ ചെയ്ത ത്യാഗത്തിന്റെ കഥകൾ പറയാൻ നമ്മൾ മിടുക്കരാണ്. ആ കഥയോളം അവരോളം നമ്മൾ ത്യാഗം ചെയ്തിട്ടില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനോടും അള്ളാഹുവിനോടും ഹബീബ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടും അടിസ്ഥാനപരമായ ഹുബ്ബുണ്ടാകൽ നമുക്ക് നിർബന്ധമാണ്. അവരെ പോലെ ത്യാഗം ചെയ്യാൻ ഒരുപക്ഷെ നമുക്ക് കഴിയില്ല. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുമ്പോൾ നമ്മുടെ കണ്ണുനീരൊലിക്കും, നമ്മുടെ കണ്ണ് നനയും, ചുണ്ടുകൾ വിതുമ്പും, കൽബ് പടക്കും. അത് ശരിയാണ്, അത് ഈമാനുള്ള മുഅ്മിന്റെ അടയാളമാണ്. അതേസമയം അത്രമേൽ ഉന്നതമായ രീതിയിൽ ത്യാഗങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും മനസ്സുകൊണ്ടെങ്കിലും ഈ പരിശുദ്ധ ദീന് ഹഖാണ്. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹഖാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമാണ്. ആ പൂർവികരൊക്കെ ജീവിച്ച ഉന്നതമായ രീതിയിൽ ജീവിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ അങ്ങനെ ജീവിക്കേണ്ടവരാണ്, എന്റെ കുടുംബം അങ്ങനെ ജീവിക്കേണ്ടവരാണ്. അതുകൊണ്ട് സാധ്യമാകുന്ന രീതിയിൽ കൽബ് കൊണ്ടെങ്കിലും അവരൊക്കെ സ്നേഹിച്ച്, ഈ പരിശുദ്ധ ദീനിനെ സ്നേഹിച്ച് സാധ്യമാകുന്ന രീതിയിൽ ഒരു ഇസ്ലാമികമായ അന്തരീക്ഷവും സംസ്കാരവും സാഹചര്യവും നമ്മുടെ വീട്ടിലും നമ്മളിലും നമ്മുടെ നാട്ടിലും കൊണ്ടുവരാൻ നമ്മളൊക്കെ ബാധ്യസ്ഥരാണ്. ഇല്ല എങ്കിൽ നമ്മുടെ കൺമുമ്പിൽ നിന്ന്, നമ്മുടെ നാടുകളിൽ നിന്ന് പരിശുദ്ധ ദീൻ ഇറങ്ങിപ്പോകുന്നത്, പരിശുദ്ധ ഈമാൻ ഇറങ്ങിപ്പോകുന്നത് നമ്മൾ നമ്മുടെ കണ്ണുകൊണ്ട് കാണേണ്ടി വരും. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേവലം ഉപരിപ്ലവമായൊരു പ്രവർത്തനം കൊണ്ട് കാര്യമില്ല. ഉപരിപ്ലവം, ഒരിക്കൽ കൂടി ഒന്നുകൂടി ആവർത്തിച്ച് പറയുന്നു, ബോധത്തോടെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഉപരിപ്ലവമായൊരു കാര്യം കൊണ്ട് കാര്യമില്ല. പുറത്തുകൂടിയുള്ള ഈ പരിശുദ്ധ ദീനിന്റെ മനോഹരമായ ഒരു രീതി ഉണ്ടല്ലോ, ഇതുകൊണ്ട് അടുത്ത തലമുറ നന്നാകാൻ പോകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഒരു നേഴ്സറിയുടെ ഉദ്ഘാടന വേദിയിൽ വെച്ചുകൊണ്ട് പോലും ഞാൻ ഒരല്പം ആക്ഷേപത്തിന്റെ സ്വരത്തിലാണ് സംസാരിച്ചത്, അനുകൂലമായ സ്വരത്തിലല്ല സംസാരിച്ചത്. കാരണം ഞാൻ ബോധത്തോടു കൂടിയാണ് സംസാരിക്കുന്നത്. ഒരു ഉപരിപ്ലവമായ പ്രകടനമായി നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഈ പ്രവർത്തനങ്ങളെ വിലയിരുത്തരുത്. ഇത് മനുഷ്യരുടെ കൽബിലേക്ക് ഇറങ്ങേണ്ടതാണ്. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ലൗ അൻസൽനാ ഹാദൽ ഖുർആന അലാ ജബലിൻ ലറഅയ്തഹു ഖാശിഅൻ മുതസദ്ദിഅൻ മിൻ ഖശിയത്തില്ലാഹ്. ഈ പരിശുദ്ധ ഖുർആൻ എങ്ങാനും പർവ്വതത്തിന്റെ മുകളിലേക്കാണ് അള്ളാഹു തആല ഇറക്കുന്നത് എങ്കിൽ അള്ളാഹുവിനെ പേടിച്ചിട്ട് അത് തരിപ്പണമായി പോകുമായിരുന്നു. ഒരു പർവ്വതത്തിന് പോലും പരിശുദ്ധമായ ഖുർആനിനെ സ്വീകരിക്കാനുള്ള കെൽപ്പില്ല.
എന്നാൽ ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയത്തിലേക്കാണ്, ലോക മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിലേക്കാണ്. ആ ഖൽബിനെ ആവാഹിക്കാൻ, പരിശുദ്ധ ഖുർആനിനെ ആവാഹിക്കാൻ, പരിശുദ്ധ ദീനിനെ ആവാഹിക്കാൻ മുസ്ലിമീങ്ങളായ നമ്മളും നമ്മുടെ വളർന്നു വരുന്ന ചെറുപ്പക്കാരും കൗമാരക്കാരും പിഞ്ചുമക്കളെയും പാകപ്പെടുത്തുക എന്ന അനിവാര്യമായ ദൗത്യമാണ് നമുക്കുള്ളത്. പ്രകടനപരതയോടുകൂടി നമ്മൾ ഉപരിപ്ലവമായി ചെയ്യുന്ന കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇല്ല എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം ഇത് കേവലം ഉപരിപ്ലവമായി നിന്നാൽ നമ്മുടെ കൽബിലേക്ക്, നമ്മുടെ ചെറുപ്പക്കാരുടെ കൽബിലേക്ക്, കൗമാരക്കാരുടെ കൽബിലേക്ക്, വളർന്നു വരുന്ന കുട്ടികളുടെ കൽബിലേക്ക് മറ്റു പലരും കയറി വരും. അങ്ങനെ കയറി വരുമ്പോൾ നമ്മുടെ സ്വന്തം മക്കൾ പിൽക്കാലത്ത് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, എന്താ നിസ്കരിച്ചിട്ട് കാര്യം? അങ്ങനെയുള്ള നിരന്തരമായ സംശയങ്ങളാണ്. പടച്ചോനുണ്ടോ എന്നാണ് ചോദിക്കാൻ. എന്താ പടച്ചോണ്ട് എന്നുള്ളത് എന്താ തെളിവ്? അള്ളാഹു ഉണ്ട് എന്നതിന് എന്താ തെളിവ്? ചോദ്യങ്ങളാണ്. നിരന്തരമായി ഈ ചോദ്യങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തന്നെ പകച്ചുപോകും. വളർന്നു വരുന്ന ചെറുപ്പക്കാർ പകച്ചുപോകും, വളർന്നു വരുന്ന കുട്ടികൾ പകച്ചുപോകും. അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. കാരണം അതിനപ്പുറത്തൊരു ബോധം, അതിൻ്റെ അപ്പുറത്തൊരു ഈമാനികമായ ആവേശം, അതിൻ്റെ അപ്പുറത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ളൊരു അറിവ്, അതിൻ്റെ അപ്പുറത്ത് ആ സംശയങ്ങളെ മുനയൊടിക്കുമാർ കരുത്തുറ്റൊരു ഈമാൻ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ട്. 4 സംശയങ്ങൾ 4 ഭാഗത്തുനിന്നും ചോദിക്കുമ്പോഴേക്ക് നമ്മൾ തളർന്നു പോവുകയാണ്. പിന്നെ അത്യാവശ്യം ദീനി ചുറ്റുപാടുള്ള സാഹചര്യത്തിൽ ജീവിച്ചവരാണെങ്കിൽ ഒന്ന് പിടിച്ചു നിൽക്കാൻ ശ്രമിക്കും. അങ്ങനെ പിടിച്ചു നിൽക്കുന്നവന്റെ പിറകെ കൂടിക്കൊണ്ട് അവനെ ഇസ്ലാമിൽ നിന്നും അടർത്തി മാറ്റാൻ, പരിശുദ്ധ ദീനിൽ നിന്നും അടർത്തി മാറ്റാൻ നിരവധി ആളുകളാണ് സംഘം ചേർന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ അടുത്ത കാലത്ത് നമ്മൾ കണ്ട ഒരു പ്രതിഭാസം എന്താണ്? എക്സ് മുസ്ലിം എന്നൊരു സംഘടന രൂപീകരിച്ച് അതിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതും മെമ്പർഷിപ്പ് എടുക്കുന്നതും വലിയ അഭിമാനമായി കാണുന്ന ഒരു സമൂഹമായി കേരളീയ മുസ്ലിമീങ്ങൾ മാറി, അല്ലെങ്കിൽ കേരളീയ മുസ്ലിമീങ്ങളിൽ നിന്നൊരു പറ്റം ആളുകൾ മാറി. നിങ്ങൾ ആലോചിച്ചു, എക്സ് മുസ്ലിം എന്നൊരു സംഘടന രൂപീകരിക്കുക, അതിന് പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററി, ഖജാൻജി, അതിന് മണ്ഡലം കമ്മിറ്റികൾ, അതിന് ജില്ലാ കമ്മിറ്റികൾ, അതിന് വാർഡ് കമ്മിറ്റികൾ വരെ അടുത്ത കാലത്ത് നിലവിൽ വരാൻ പോവുകയാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ. ഈ വാർഡിൽ അങ്ങനെ ഒരു കമ്മിറ്റി വരാൻ, അല്ലെങ്കിൽ നമ്മുടെ മഹല്ലിൽ അങ്ങനെ ഒരു കമ്മിറ്റി വന്നാൽ നമ്മുടെ മഹല്ലിൽ നിന്നുള്ളൊരു പ്രസിഡന്റും സെക്രട്ടറിയും ട്രഷററും ഖജാൻജത്തിന് ഉണ്ടാകൂല എന്ന് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത്. നമ്മൾ കൃത്യമായി ഇടപെട്ടിട്ടില്ല എങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഉപരിപ്ലവമായി പ്രവർത്തനങ്ങൾക്കപ്പുറം ആത്മാർത്ഥമായി വിശ്വാസികളായ ചെറുപ്പക്കാരുടെയും പിഞ്ചുമക്കളുടെയും കൽബുകളിലേക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനിനെ സന്നിവേശിപ്പിക്കുവാനും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഹുബ്ബ് കടത്തി കൊടുക്കുവാനും അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത പകർന്നു കൊടുക്കുവാനും കൃത്യമായ ദൈവിക ബോധം നമ്മൾ നൽകുവാനും തയ്യാറായില്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ആളുകളുടെ കണിവലയിൽപ്പെട്ടുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരും നമ്മുടെ കുട്ടികളും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അവിടെയാണ് ഇത്തരം വിദ്യാഭ്യാസ സംവിധാനങ്ങൾക്ക് വലിയ പ്രാധാന്യമുള്ളത്, വലിയ പ്രസക്തിയുള്ളത്. പക്ഷെ ആ പ്രസക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ നമുക്ക് സാധ്യമാകണം. ഇവിടെ ഇത് പ്രവർത്തിക്കേണ്ടത്, മഹല്ലടിസ്ഥാനത്തിൽ സൗകര്യപ്പെടുത്തേണ്ടത് അൽഹംദുലില്ലാഹ് ഈ മഹല്ലിന് നേതൃത്വമാണ്. അവർ ഈ സൗകര്യം ഇവിടെ ചെയ്തു തന്നു, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പക്ഷേ അതിൻ്റെ ഗുണഫലങ്ങൾ കൃത്യമായി ഉപയോഗപ്പെടുത്തേണ്ടത് ഓരോ രക്ഷിതാക്കളുമാണ്. ഓരോ ഉമ്മമാരും അത് ഉപയോഗപ്പെടുത്തണം, ഓരോ ഉപ്പമാരും അത് ഉപയോഗപ്പെടുത്തണം, ഓരോ ഉപ്പമാരും അത് ഉപയോഗപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, 1-2 കൊല്ലങ്ങളിൽ മാത്രം ഈ ഒരു ശിക്ഷണം അവസാനിപ്പിക്കാതെ പ്രായപൂർത്തിയാകുന്ന ഒരു വയസ്സ് വരെ, പ്രായപൂർത്തിയാകുന്ന ഒരു സമയം വരെ അതേ ശിക്ഷണത്തിൽ നമ്മളെ മക്കളെ കൊണ്ടുപോയി പ്രായപൂർത്തിയാകുന്ന സമയത്ത് അവനവനിലേക്ക്, ആണാവട്ടെ പെണ്ണാവട്ടെ, അവനിലേക്ക് മതപരമായ അവളുടെ ഉത്തരവാദിത്തം പറഞ്ഞേൽപ്പിച്ച്, ഇനി ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞ് ഉപ്പ അവളിൽ നിന്നും മതപരമായ കാര്യത്തിൽ ഞാൻ ഇനി ഉത്തരവാദിയല്ല, നീ സുബഹി നിസ്കാരം ഖളാക്കിയാൽ നീയും നിന്റെ റബ്ബുമാണ് അതിന് ഉത്തരവാദി, ഉപ്പ അതിൽ നിന്ന് ഒഴിവാണ്, ഉമ്മ അതിൽ നിന്ന് ഒഴിവാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തി കൃത്യമായൊരു പ്ലാറ്റ്ഫോമിലൂടെ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചൊരു റൂട്ടിലൂടെ നമ്മുടെ മക്കളെ കൊണ്ടുപോകാൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ, ഭഗീരഥമായ യത്നം നടത്തിയിട്ടില്ല എങ്കിൽ ഈ തലമുറയിൽ നമ്മുടെ മക്കളെ ഇസ്ലാമികമായ അന്തരീക്ഷത്തിൽ നമുക്ക് കിട്ടില്ല എന്ന നഗ്നമായ ഒരു സത്യത്തെ നമ്മൾ തിരിച്ചറിയാതെ പോകരുത്. അള്ളാഹു നമ്മളെ മക്കളെ നന്നാക്കി തരുമാറാവട്ടെ. വലിയ ശ്രമങ്ങൾ അതിന്റെ പുറകിൽ വേണം, വലിയ ത്യാഗങ്ങൾ വേണം. റബ്ബന, പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. ഇത്ര മനോഹരമായ ഒരു പ്രാർത്ഥനയാണ്, ഖുർആൻ പരിചയപ്പെടുത്തിയ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥന നിരന്തരമായി ഉമ്മമാരും ഉപ്പമാരും ദുആ ചെയ്തുകൊണ്ടിരിക്കണം. ഖുർആനിൽ നസ്സായി വന്ന പ്രാർത്ഥനയാണ്. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ. അല്ലാഹുവേ, ഞങ്ങളുടെ ഇണകളെയും ഞങ്ങളുടെ മക്കളെയും
ഖുർറത്ത അയ്യുൻ, ഞങ്ങളുടെ കണ്ണുകൾക്ക് കുളിർമയുള്ള മക്കളാക്കി തരണേ, ഇണകളാക്കി തരണേ. അല്ലാഹു തആല നമ്മളെ മക്കളെയും ഇണകളെയും അങ്ങനെ ആക്കി തരുമാറാവട്ടെ. നേരത്തെ നമ്മൾ പറഞ്ഞ ആ പെൺകുട്ടി, അതുപോലെ തന്നെ ആ ആൺകുട്ടികൾ, കേവലം ഒരു ഉദാഹരണം പറയാൻ, പേര് പറഞ്ഞുകൊണ്ട് സംസാരിക്കാനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ്. കാരണം അതൊരു വിഷയത്തിൽ അവസാനിക്കുന്നില്ല. പത്രങ്ങളിൽ വന്നവർ മാത്രമല്ല, മീഡിയയ്ക്ക് മുമ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നവർ മാത്രമല്ല, നമ്മുടെയൊക്കെ വീടിന്റെ അകത്തളങ്ങളിൽ പേരക്കുട്ടികളുണ്ട്, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ നമ്മുടെ മക്കളുണ്ട്, നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിൽ മാളികപ്പുറത്ത് റൂമിൽ ഒറ്റയ്ക്കിരിക്കുന്ന നമ്മുടെ മരുമക്കളുണ്ട്. അവരുടെയൊക്കെ സ്വഭാവത്തെ കുറിച്ച് നമുക്കറിയാം. ഒരുപക്ഷെ ഇത്രമേൽ പത്രത്തിന്റെ കോളങ്ങളിൽ അവർ വന്നിട്ടില്ലെങ്കിലും അതിനോട് സമാനമായ പല സംഭവങ്ങളും പല സംഭവ വികാസങ്ങളും ഒക്കെ പല അർത്ഥത്തിലും നമ്മുടെ മക്കളും പേരക്കുട്ടികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കേവലം ഒരാളിലേക്ക് ചുരുങ്ങേണ്ട ആവശ്യമില്ല, ഒരു ഉദാഹരണത്തിലേക്ക് ചുരുങ്ങിപ്പോകേണ്ട ആവശ്യം നമുക്കില്ല. വിശാലമായിട്ട് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. നമ്മളെ തന്നെ കുറിച്ച് നമ്മൾ ചിന്തിക്കുക, നമ്മുടെ കുടുംബത്തെ കുറിച്ച് ചിന്തിക്കുക, നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുക, പേരക്കുട്ടികളെ കുറിച്ച് ചിന്തിക്കുക. നിങ്ങൾ ആലോചിച്ചു, നമ്മുടെ പേരക്കുട്ടികളിൽ എത്ര പേർക്ക് പരിശുദ്ധമായ ദീനി ചുറ്റുപാടിൽ ജീവിക്കാൻ കഴിയുന്നുണ്ട്? നമ്മുടെ മക്കളിൽ എത്ര പേർ, ആൺകുട്ടികളിൽ എത്ര പേർ വീട്ടിലുണ്ടാകുമ്പോൾ അവനവന്റെ മഹലിലെ ജുമാഅത്ത് പള്ളിയിലോ നിസ്കാര പള്ളിയിലോ ജമാഅത്തിന് പങ്കെടുക്കുന്നുണ്ട്? ദീനെന്ന് പറഞ്ഞാൽ അതല്ലേ? ദീനെന്ന് പറഞ്ഞാൽ എന്താണ്? ആൺകുട്ടികളാണെങ്കിൽ, എൻ്റെ വീട്ടിൽ ആൺകുട്ടികൾ ഉണ്ടല്ലോ, നിങ്ങളുടെ ഓരോരുത്തരുടെ വീട്ടിലും ആൺകുട്ടികളില്ലേ? അവർ ജോലിക്ക് പോകുമ്പോഴത്തെ സാഹചര്യം മാറ്റിവെക്കുക, ഗൾഫിലേക്ക് പോകുമ്പോഴുള്ള സാഹചര്യം മാറ്റിവെക്കുക, അവർ ബാംഗ്ലൂരിലാണെങ്കിൽ ആ സാഹചര്യം നമുക്ക് മാറ്റിവെക്കാം. അതൊന്നും ഞാൻ ചർച്ചക്കെടുക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കൊക്കെ അറിയാലോ, ഇവർ കാലാകാലം 60 വർഷം ബാംഗ്ലൂരിലല്ലോ, ഇവർ 60 വർഷം ഗൾഫിലല്ലോ. ഇവരൊക്കെ നമ്മുടെ വീട്ടില് നമ്മളെ കാണാനും നമ്മളെ കൂടെ കഴിയാനും വേണ്ടി വരുന്നൊരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നമ്മുടെ മക്കളിൽ എത്ര പേർ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്? ആൺകുട്ടികൾ, പ്രായപൂർത്തി എത്തിയ ആൺകുട്ടികൾ, 20, 24, 30, 35 വിവാഹം കഴിച്ചവരായിക്കോട്ടെ. പക്ഷെ ആ ആൺകുട്ടികൾ എത്ര പേർ പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്നുണ്ട്? അതല്ലേ ദീന്? ആ ദീൻ ഉണ്ടാക്കാൻ നമുക്ക് കഴിയുന്നില്ല. അതേസമയം നമ്മൾ സ്റ്റാറ്റസിലുണ്ട്, അതേസമയം നമ്മൾ പ്രൊഫൈൽ പിക്ചറിലുണ്ട്, DP സജീവമാണ്, മാഷാ അല്ലാഹ് ഉണ്ട്, സുബ്ഹാനല്ലാഹ് ഉണ്ട്, അൽഹംദുലില്ലാഹ് ഉണ്ട്, എല്ലാം ഉണ്ട്. അതല്ലല്ലോ ദീന്. ദീന് ആൺകുട്ടികളാണെങ്കിൽ 5 വക്ത് നിസ്കാരത്തിന്റെ സമയം പള്ളിയിലെ ജമാഅത്തിൽ പങ്കെടുക്കുന്ന മക്കളുണ്ടാകണം. അങ്ങനത്തെ ഒരു മകൻ നമുക്കുണ്ടായാൽ, ഒരു മകൾ നമുക്കുണ്ടായാൽ, പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ പ്രാർത്ഥനയുടെ രൂപത്തിലേക്ക് നമുക്ക് മാറാൻ കഴിയും. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യിൻ. കണ്ണിനെ നമുക്ക് കുളിർമയേകും. നമ്മൾ ഈ പള്ളിയിലേക്ക് ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടി വരിക. ഇന്നിപ്പോ വെള്ളിയാഴ്ച ദിവസമാണ്. ഈ വെള്ളിയാഴ്ച ദിവസം 12 മണിക്ക് മുമ്പ്, ഇന്നിപ്പോ ബാങ്ക് കുറച്ച് നേരത്തെ ആയതുകൊണ്ട് 11:30 പിടിക്കുക. 11:30 മണിക്ക് മുമ്പ് പള്ളിയിലെത്തുന്ന ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ നമ്മുടെ മഹലിൽ കാണാൻ പറ്റുമോ? ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടല്ല, ഈ മഹലിനെ കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയല്ലോ. ഞാൻ പൊതുവായ ചിന്ത അവതരിപ്പിക്കാൻ. ഏതെങ്കിലും നാട്ടിൽ കാണാൻ കഴിയും? 11:30 മണിക്ക് മുമ്പ് പള്ളിയിലെത്തുന്ന ഒരു ചെറുപ്പക്കാരൻ കുട്ടിയെ നമുക്ക് കാണാൻ കഴിയും? അതാണല്ലോ ദീന്. അൽഖൗഫ് ഓതുന്ന ഒരു കുട്ടിയെ കാണാൻ കഴിയോ? സ്വലാത്ത് ചൊല്ലുന്ന ഒരു കുട്ടിയെ കാണാൻ കഴിയോ? മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദീൻ എന്താ? വേണ്ട, അവിടേക്കൊന്നും പോകണ്ട. ഒരു വെള്ളിയാഴ്ചയാണെന്ന് കരുതി നഖം വെട്ടിയ ഒരു കുട്ടിയെ കാണാൻ പറ്റുമോ? സാധാരണ എല്ലാ ദിവസവും നമ്മൾ കുളിക്കാറുണ്ട്. ആ കുളിക്കപ്പുറം ഒരു വെള്ളിയാഴ്ചയുടെ സുന്നത്തായ കുളി എന്ന് നീയത്ത് വെച്ചുകൊണ്ട് കുളിക്കുന്ന ചെറുപ്പക്കാരെ, ഈ പ്രായം ചെന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഒരു ചെറുപ്പക്കാർ കുട്ടിയെ കാണാൻ പറ്റുമോ? എന്താണ് ദീനെന്ന് പറഞ്ഞ സ്റ്റാറ്റസാണ്? ദീനെന്ന് പറഞ്ഞ DP ആണ്. ഇങ്ങനെ നമ്മൾ ദീനുമായി ജീവിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അടിസ്ഥാനപരമായ പരിശുദ്ധ ദീനിന്റെ സംസ്ഥാപനത്തിലേക്ക് നമ്മൾ ഇറങ്ങി വരണം. ആത്മാർത്ഥമായി നമ്മൾ പ്രവർത്തിക്കണം. രക്ഷിതാക്കൾ ഉണരണം, ആണുങ്ങൾ ഉണരണം, പെണ്ണുങ്ങളും ഉണരണം. നല്ല കൃത്യമായ ബോധത്തോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധ കലിമത്ത് തൗഹീദിനെ ആവാഹിച്ചുകൊണ്ട് ഇസ്ലാമിന്റെ മനോഹരമായ സംസ്കൃതിയെ നമ്മുടെ വീട്ടിൽ, നമ്മുടെ മക്കളിൽ, നമ്മുടെ പേരക്കുട്ടികളിൽ, നമ്മുടെ നാടുകളിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. ആരുടെ മുമ്പിലും അഭിമാനം നടിക്കാനല്ല, ആരുടെ മുമ്പിലും അഹങ്കരിക്കാനുമല്ല, നമുക്ക് സ്വയം നമ്മുടെ ജീവിതത്തെക്കുറിച്ച് സായുജ്യമടയാൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യിൻ എന്ന് പറയുന്ന ആ കൺകുളിർമയുണ്ടല്ലോ. പരിശുദ്ധ ഖുർആൻ പോലും അങ്ങനെയാണല്ലോ പറഞ്ഞത്. കണ്ണിന് കുളിർമയേകുന്ന ഒരു രംഗം, അത് വല്ലാത്ത രംഗമാണ്. 11:30 മണിക്ക് നമ്മൾ ജുമാക്ക് വേണ്ടി കടന്നു വരുമ്പോൾ നമ്മുടെ ഒരു കുട്ടി വുദൂ ചെയ്ത് തൊപ്പി ധരിച്ച് 4 റക്അത്ത് ദുഹാ നിസ്കരിച്ചുകൊണ്ട് അൽഖൗഫ് ഓതുന്നത് കാണാൻ ഒരു തൗഫീഖ് അല്ലാഹു തആല തരികയാണെങ്കിൽ ആ സമയത്ത് നമ്മുടെ കണ്ണിന് ലഭിക്കുന്ന ഒരു കുളിർമയുണ്ട്. ആ കുളിർമയാണ് റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യിൻ എന്ന് പറയുന്നത്. ഒരുപക്ഷെ വല്യമ്മ മരണപ്പെട്ടു പോയിട്ടുണ്ട് എന്ന് സങ്കല്പിക്കുക. അപ്പൊ നമ്മളിങ്ങനെ നടന്നു വരുമ്പോ 11:30 മണിക്ക് ജുമാ കഴിഞ്ഞാൽ ചിലപ്പോൾ വാപ്പ നിർബന്ധിക്കുമ്പോൾ ഖബർസ്ഥാനിൽ പോകുന്ന മക്കളുണ്ടാകും. മോലെ കുറിച്ചല്ല എൻ്റെ ചർച്ച. 11:30 മണിക്ക് നമ്മളിങ്ങനെ വന്നപ്പോൾ, അല്ലെങ്കിൽ 10 മണിക്ക് നമ്മൾ വന്നപ്പോൾ
നമ്മളാരും നിർബന്ധിക്കാതെ നമ്മുടെ ഒരു കുട്ടി വന്നിട്ട് വല്യമ്മയുടെ ഖബർ സിയാറത്ത് ചെയ്തുകൊണ്ട് യാസീൻ ഓതുന്നത് നമ്മൾ കാണുകയാണെങ്കിൽ നമ്മുടെ കണ്ണിനൊരു കുളിർമ വരാനുണ്ട്. ആ കുളിർമയാണ് കുളിർമയെന്ന് തിരിച്ചറിയാൻ രക്ഷിതാക്കളായ നമുക്ക് സാധിക്കണം. നമ്മുടെ കുളിർമ തന്നെ ഇപ്പൊ മാറിപ്പോയിട്ടുണ്ട്. നമ്മളൊക്കെ ഇപ്പൊ ദീന് പഠിക്കുന്നു. ഇപ്പൊ ഞങ്ങൾക്കറിയാം, ഞാനൊരു ദീനി സ്ഥാപനം നടത്തുന്ന ആളാണ് എന്നതുകൊണ്ട് പറയട്ടെ, ബഹുമാനപ്പെട്ട ഉസ്താദിനൊക്കെ പരിചയം ഉണ്ടാവും. നമ്മളെ ദീനി സ്ഥാപനമൊക്കെ നടത്തുമ്പോൾ രക്ഷിതാക്കൾ ആകെ ചോദിക്കാറുള്ളത് +2 റിസൾട്ട് വരുമ്പോൾ ഉസ്താദ് എങ്ങനെയുണ്ട്, SSLC റിസൾട്ട് വരുമ്പോൾ ഉസ്താദ് എത്ര A+ ഉണ്ട്. ഒരാൾ പോലും ചോദിക്കാറില്ല എൻ്റെ മകന് ഫത്തുൽ മീൻ കിട്ടുമെന്നുള്ളത്. ഒരൊറ്റ രക്ഷിതാവ് എൻ്റെ അടുത്ത് 270 മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. 270 മുത്താലിമീങ്ങൾ പഠിക്കുന്നുണ്ട്. 1-2 കുട്ടികളെല്ലാം നടത്തും. 1-2 കുട്ടികളാണെങ്കിൽ ആ ഒരു രക്ഷിതാവിൻ്റെ മോശം എന്ന് വെച്ചാൽ മതിയല്ലോ. 270 കുട്ടികൾ എൻ്റെ അടുത്ത് പഠിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട നമ്മുടെ ജനറൽ സെക്രട്ടറി TK മൊയ്തീൻകുട്ടി മാസ്റ്ററൊക്കെയാണ് അതിൻ്റെ കമ്മിറ്റിയിലുള്ളത്. 270 കുട്ടികൾ പഠിക്കുന്നുണ്ട്. ഒരു രക്ഷിതാവ് പോലും എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ ഒന്ന് കടന്നു പറയട്ടെ. എത്രത്തോളം എന്ന് വെച്ചാൽ ഉസ്താദുമാരായ രക്ഷിതാക്കൾ പോലും ആ കൂട്ടത്തിലുണ്ട്. യഥേഷ്ടം ഒരാൾ പോലും ചോദിക്കാറില്ല ഉസ്താദെ ഇവന്റെ ഫത്തുൽ മുഈൻ എങ്ങനെ ഉണ്ട്. എന്നാ ചോദിക്കും SSLC റിസൾട്ട് വന്നല്ലോ, A+ എത്ര ഉണ്ട്, എത്ര കുട്ടിയാക്കുണ്ട്. ഒരു കുട്ടിക്ക് കമ്മിയായി കഴിഞ്ഞാൽ അപ്പൊ ചർച്ചയാണ്, മോശമാണല്ലേ. ഒരു കുട്ടിക്ക് 9 A+ ഒരു A ആയാൽ ചോദ്യമാണ്, എന്നാലും 10 കിട്ടിയില്ലല്ലേ. എവിടെ നമ്മൾ നിൽക്കുന്നത്? ഇതാണ് ഇപ്പൊ ദീനി പഠനം, ഇതാണ് ഇപ്പത്തെ ദീന്. ഞാൻ വ്യക്തമായി പറഞ്ഞതാണ്. അവരെ കാണുമ്പോഴാണ് നമ്മൾ സന്തോഷിക്കുന്നത്. നല്ല തലപ്പാവുള്ള കുട്ടികളാണല്ലോ, എന്നെ പോലെ. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് കന്തൂരട്ടതാ, കന്തൂരട്ട ആളാണല്ലോ എന്ന് നമ്മൾ സന്തോഷിക്കുന്നത്. ഞാൻ കൽബിലേക്ക് ദീനാവാഹിച്ചവരില്ല. ഇതൊക്കെ ഉപരിപ്ലവമാണ്. സ്റ്റാറ്റസിൽ നിറഞ്ഞ തലപ്പാവുണ്ടാവും. ഞാൻ ആക്ഷേപിച്ചുകൊണ്ട് പറയല്ല, എൻ്റെ സംസാരത്തിന്റെ ട്യൂൺ അങ്ങോട്ട് പോയതുകൊണ്ട് ഞാൻ കൃത്യമായി പറയാൻ. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയുടെ സന്ദേശം നമ്മൾ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുമ്പോൾ, ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുമ്പോൾ, ബഹുമാനപ്പെട്ട ജാഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ പറയുമുണ്ടല്ലോ, ഈർച്ചവാള കൊണ്ടാണ് മുറിച്ചിട്ടാലും ലാ ഇലാഹ ഇല്ലല്ലയിൽ നിന്ന് വ്യതിചലിക്കാത്ത ആ ഒരു ഈമാൻ എവിടെ നമുക്കില്ലാതെ പോയത്? ആ ഈമാൻ ഉണ്ടാക്കി കൊടുക്കാൻ ആരെങ്കിലും തയ്യാറുണ്ടോ? ഒരു ഉപ്പ തയ്യാറുണ്ടോ? ഒരു ഉമ്മ തയ്യാറുണ്ടോ? ഒരു ഉസ്താദ് തയ്യാറുണ്ടോ? ഒരു മഹല്ല് കമ്മിറ്റി തയ്യാറുണ്ടോ? ഒരു നേതൃത്വം തയ്യാറുണ്ടോ? ഇല്ല, നമ്മളൊക്കെ സ്റ്റാറ്റസിൽ ജീവിക്കാനാ താല്പര്യപ്പെടുന്നത്. അങ്ങനെ ജീവിക്കാൻ താല്പര്യപ്പെടാം, അതിങ്ങനെ ഷോ കാണിക്കാൻ തയ്യാറാകുക. അത് ആയാൽ നമുക്ക് റാഹത്തായി. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കോഴ്സുകളായി നമ്മുടെ ദീനി സംവിധാനങ്ങൾ മാറിയില്ലേ? സ്വയം നമ്മളൊന്ന് വിലയിരുത്താൻ വേണ്ടി സംസാരിക്കാം. കോഴ്സുകളായി നമ്മുടെ ദീനി പഠനങ്ങൾ മാറി. ഇപ്പം ഇൻഷാ അല്ലാഹ് ഇവിടെ ഇപ്പൊ 2 വർഷത്തെ കോഴ്സ് ആണെങ്കിൽ 2 വർഷം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സന്നദ്ധാന സമ്മേളനം നടക്കും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾ അവിടേക്ക് എത്തും. എനിക്കറിയാം, അന്ന് കുറച്ച് ആൾക്കാർ തലയിലൊരു തൊപ്പി കുറച്ച് കോട്ട് ഇട്ടിട്ട് നമ്മളെ ചെറിയ 2.5 വയസ്സായ 3 വയസ്സായ 4 വയസ്സായ മക്കളെ 4 കോട്ട് കൊടുത്തിട്ട് 4 ഫോട്ടോ ഇട്ട് കണ്ട് നമ്മളാണ്ട് വിടും. അതോടുകൂടി നമ്മുടെ പ്രീ സ്കൂൾ കഴിഞ്ഞു. പിന്നെ ഈ സ്കൂളിൽ നിന്ന് പഠിച്ചതും ഈ കുട്ടികളും തമ്മിലൊരു ബന്ധമില്ല. ഇത് ജീവിതത്തിൽ പകർത്തുന്നില്ല. കോഴ്സുകളായി നമ്മുടെ ദീനി സംരംഭങ്ങൾ മാറിക്കഴിഞ്ഞു. ഭൗതികമായിട്ട് നമ്മൾ SSLC, +2, ഡിഗ്രി, PG എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ജോലിക്ക് വേണ്ടിയുള്ള കോഴ്സായി നമ്മുടെ ഈ ദീന് മാറി. മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബഹുമാനപ്പെട്ടവർ അഹ്ലു സുഫയുടെ ദർസാണല്ലോ നടത്തുന്നത്. ആ സുഫത്തിന്റെ അഹ്ലുകാര് അവർ പഠിച്ചൊരു ദീനുണ്ട്. ആ ദീൻ അല്ലാഹുവിനെ അറിയുന്ന ദീനാണ്, മഅരിഫത്തുള്ളയുടെ ദീനാണ്. അലിഫിന്റെ ആദ്യാക്ഷരം നമ്മൾ പഠിക്കുമ്പോൾ അല്ലാഹു എന്നതിനെ പഠിക്കാനുള്ള ആദ്യാക്ഷരമായി അലിഫ് മാറണം. ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ ഇന്ന് നമ്മുടെ ഈ പ്രീ സ്കൂളിൽ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് അലിഫ് എഴുതി കൊടുക്കുകയാണെങ്കിൽ ആ അലിഫിന്റെ ലക്ഷ്യം അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന അലിഫാണ്. അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന മഅരിഫത്തുല്ലാഹ്, അല്ലാഹുവിനെ അറിയാനുള്ള അലിഫാണ്. അല്ലാതെ +2 വാങ്ങാനുള്ള അലിഫല്ല. ഇന്നിപ്പോ +2 വാങ്ങാനുള്ള അലിഫായി നമ്മൾ മാറ്റിയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ റിസൾട്ടാണ് പ്രധാനം. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പൊതുവായി ഗണിക്കപ്പെടുന്ന അഭിമാനങ്ങളാണ് പ്രധാനം. ഒരു കുട്ടി പൊതുപരീക്ഷയിൽ +ഓട് കൂടി പാസ്സായാൽ, ഒരു 10 കുട്ടികൾ +ഓട് കൂടി പാസ്സായാൽ നമ്മൾ അവരെല്ലാവരും അഭിനന്ദിക്കും. അതേസമയം ആ പൊതുപരീക്ഷയിൽ തോറ്റൊരു കുട്ടി 5 വക്ത് നിസ്കാരത്തിനും പള്ളിയിലെ ജമാഅത്തിൽ അവനുണ്ട്. അള്ളാഹുവിന്റെ അടുക്കൽ ++ കിട്ടിയ കുട്ടി ആരാണ്? മറ്റവർ പള്ളി കണ്ടിട്ടില്ല, ജമാഅത്തും കണ്ടിട്ടില്ല. അവർ ബുക്ക് വായിച്ചിട്ട് ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പരീക്ഷയിൽ +ഉം കിട്ടിയിട്ടുണ്ട്. അവനെല്ലാവരും അഭിനന്ദിക്കും. എല്ലാവരും സമ്മാന, മദ്രസ വകര് സമ്മാനം, കൂട്ടത്തില് എല്ലാ കടക്കാരും ഒരു സമ്മാനം, അവന്റെ വാപ്പാന്റെ വകയും അമ്മോന്റെ വകയും സമ്മാനം. ആർക്ക്? പരീക്ഷയിൽ എഴുതി പിടിപ്പിച്ച് മാർക്ക് കിട്ടിയതിന്. ഇതൊരു കോഴ്സാണ്. നേരെ മറിച്ച് അതേസമയം ഒരു ജമാഅത്തിൽ 5 വക്ത് നിസ്കാരത്തിനും ജമാഅത്തിൽ പള്ളിയിൽ വരുന്ന 5 വയസ്സ് പ്രായമുള്ള 10 വയസ്സായ ഒരു കുട്ടി, അല്ല 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന 10 വയസ്സായ കുട്ടി, ആ കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ, ആ കുട്ടി ഒരു നല്ല കുട്ടിയാണെന്ന് പറയാൻ, ആ കുട്ടിയെ ആദരിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ കുട്ടി ചെയ്യുന്ന പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ അടുക്കലുള്ള +, എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ല.
അത്തരത്തിൽ നമ്മുടെ ഈ ദീനി സംരംഭങ്ങൾ മാറിക്കഴിഞ്ഞു. ഇത് മജ്ജയില്ലാത്ത, സത്തില്ലാത്ത ഉപരിപ്ലവമായ പ്രവർത്തനങ്ങളായി മാറിക്കഴിഞ്ഞു. ഞാൻ ആക്ഷേപിച്ചുകൊണ്ട് പറയില്ല. ഒരു തുടക്കത്തിൽ തന്നെ ഒരു ദിശാബോധം നമുക്ക് കിട്ടിയാൽ, ആരെങ്കിലും ഒരാൾ മാറി ചിന്തിച്ചാൽ അത് ഉപകാരമാകും എന്നതുകൊണ്ട് മാത്രം സംസാരിക്കുക. അള്ളാഹു തആല നമുക്ക് നാഫിയാക്കി തരുമാറാവട്ടെ. അതുകൊണ്ട് കൃത്യമായി നമുക്ക് ഇടപെടാൻ കഴിയണം. അള്ളാഹു ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. അള്ളാഹുവിന്റെ വജ്ഹിന് വേണ്ടി മക്കൾക്ക് അലിഫിന്റെ ആദ്യാക്ഷരം പഠിപ്പിക്കാൻ കഴിയണം. പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് അലിഫ് പഠിക്കാനുള്ള അവസരം കിട്ടി, തുടങ്ങാനുള്ള അവസരം കിട്ടി എന്നത് മുബാറക്കായ ഒരു തുടക്കമാണ്, വലിയ ഭാഗ്യം കിട്ടിയ തുടക്കമാണ്. ആ സയ്യിദമാർ തുടങ്ങി വെച്ചത് എവിടെയും പരാജയപ്പെട്ടിട്ടില്ല. പക്ഷെ ആ തുടക്കം എന്ന് പറയുമ്പോൾ, ആ തുടക്കം നന്നാവണമെങ്കിൽ പിതാവിന്റെ മനസ്സ് നന്നാവണം, നിയ്യത്ത് നന്നാവണം, ഉമ്മയുടെ മനസ്സ് നന്നാവണം, നിയ്യത്ത് നന്നാവണം. ഇപ്പോ തക്ലീഫ് എത്താത്തത് കൊണ്ട് കുട്ടിയുടെ മനസ്സ് നന്നാവണമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കുട്ടിയുടെ മനസ്സ് നന്നാക്കിയിട്ടാണ് അള്ളാഹു നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. കുല്ലു മൗലൂദി യൂലദു അലൽ ഫിത്ര. കുട്ടി ഓൾറെഡി നല്ലവനാണ്, നല്ലവളാണ്. പക്ഷെ ഉമ്മയും ഉപ്പയും മനസ്സ് നന്നാക്കണം, നിയ്യത്ത് നന്നാക്കണം. ആ നിയ്യത്ത് മഅരിഫത്തുള്ളയെ, അള്ളാഹുവിനെ അറിയാൻ പറ്റുന്ന ജ്ഞാനത്തിന്റെ ആദ്യത്തെ അലിഫായി നമ്മുടെ അലിഫ് മാറണം. അല്ലെങ്കിൽ അക്ഷരാഭ്യാസത്തിലും അക്ഷരജ്ഞാനത്തിലും വലിയ കാര്യമുണ്ട് എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പരിശുദ്ധ ദീൻ പറഞ്ഞതെന്താ? ഖുർആൻ പറഞ്ഞതെന്താ? ഉമ്മി എന്നാണ്, അക്ഷരാഭ്യാസം ഇല്ലാത്തവരെന്നാണ്. റസൂലുള്ളാഹിക്ക് എഴുതാൻ അറിയില്ല, റസൂലുള്ളാഹിക്ക് വായിക്കാൻ അറിയില്ല. പക്ഷെ ലോകത്തെ ഏറ്റവും വലിയ ജ്ഞാനി ഹബീബ് മുഹമ്മദ് മുസ്തഫ, അവരോളം അറിവുള്ള ഒരു മനുഷ്യൻ ലോകത്ത് അല്ലാഹു പടച്ചിട്ടില്ല. ലോകത്ത് അല്ലാഹു അങ്ങനെ ഒരു പടപ്പിനെ പടച്ചിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ ജ്ഞാനി, ലോകത്തിലെ ഏറ്റവും വലിയ വിവരജ്ഞൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ വിവരമുള്ളത് ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കാണ്. പക്ഷേ അവിടുന്ന് ഉമ്മിയാണ്, എഴുത്തും വായനയും അറിയാത്തവരാണ്. ഈ എഴുത്തും വായനയും ഒക്കെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നേടിയെടുത്ത മഅരിഫത്തും. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അതുകൊണ്ട് കൃത്യമായ ലക്ഷ്യത്തോടുകൂടി കേവലം ഉപരിപ്ലവമായ താല്പര്യങ്ങൾക്കല്ലാതെ അള്ളാഹുവിലേക്ക് നമ്മുടെ മക്കൾ എത്തുന്നതിന് വേണ്ടി, അവൻ്റെ സുഖലോക സ്വർഗത്തിന് നമ്മുടെ മക്കൾ പര്യാപ്തരാകുന്നതിന് വേണ്ടി, അതിൻ്റെ തുടക്കമാണ് ഈ അലിഫിൻ്റെ ആദ്യാക്ഷരം എന്നറിഞ്ഞുകൊണ്ട് ഈ ഇൽമെന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ നൂറാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി ആ അർത്ഥത്തിലായിരിക്കട്ടെ നമ്മുടെ ഈ പുതിയ അധ്യയന വർഷത്തിലെ സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ തുടങ്ങിക്കൊടുക്കുന്ന ഈ തുടക്കമെന്ന് ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുത്തി ഞാൻ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൻസാർ ഇസ്ലാമിക് പ്രീ സ്കൂൾ നഴ്സറി സ്കൂളിൻ്റെ ഔപചാരികമായിരിക്കുന്ന ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി വഖഫ് ബോർഡ് മുൻ ചെയർമാൻ കൂടിയായ ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. ബഹുമാന്യനായ അധ്യക്ഷൻ, ഈ വേദിയിൽ സദസ്യരും സന്നിഹിതരായിട്ടുള്ള ബഹുമാന്യ പണ്ഡിതരെ, സദാത്യങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥിനികളെ, നാം ഇന്നിവിടെ നമ്മുടെ ഈ മദ്രസയിൽ പുതുതായി പ്രവർത്തനം ആരംഭിക്കുന്ന അൻസാർ ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മവേദിയിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. അള്ളാഹു നമ്മുടെ കൂടലും പിരീരക്കർ സ്വാലിഹായ സൽക്രമമായി അമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു നമുക്ക് ഇരു വീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ മദ്രസയും ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട പല വ്യക്തിത്വങ്ങളും നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ട് അള്ളാഹു അവർക്ക് എല്ലാവർക്കും മഹ്ഫറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. പല ആളുകളും അസുഖബാധിതരുമാണ്. അള്ളാഹു അവർക്ക് ശിഫ നൽകുമാറാവട്ടെ. ധാരാളം ആളുകളുടെ അകമഴിഞ്ഞ പിന്തുണയും സഹകരണങ്ങൾ കൊണ്ടു മാത്രമാണ് അള്ളാഹിൻ്റെ ദീന് പഠിക്കാൻ പര്യാപ്തമായ രീതിയിലുള്ള ഭൗതിക സാഹചര്യങ്ങളും അതിന് വേണ്ടുന്ന സൗകര്യങ്ങളും ഒരുക്കി നൽകിയിട്ടുള്ളത്. അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി ആരെല്ലാമാണോ ഏതെല്ലാം രീതിയിലാണോ സഹകരണങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുള്ള അള്ളാഹു അവരുടെ എല്ലാവരുടെയും
എല്ലാ തരത്തിലുള്ള സഹായ സഹകരണങ്ങളും അള്ളാഹു സ്വീകരിച്ച് അർഹമായ പ്രതിഫലം അള്ളാഹു ഇരുവീട്ടിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവർക്ക് ജോലിയിലും കച്ചവടത്തിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് അള്ളാഹിൻ്റെ ദീന് പഠിക്കുന്ന, അള്ളാഹിൻ്റെ ദീന് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉത്തമ ബോധമുള്ള ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കുക, വാർത്തെടുക്കുക എന്നുള്ള പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് നാം എല്ലാവരും മതസ്ഥാപനങ്ങളും തുടക്കം കുറിക്കുന്നത്. ഇവിടെ നമ്മുടെ പിഞ്ചോമന മക്കൾക്ക്, കുഞ്ഞു മക്കൾക്ക് ദീനീ വിദ്യാഭ്യാസം നൽകാൻ പര്യാപ്തമായ രീതിയിൽ തന്നെ ചെറുപ്രായത്തിൽ തന്നെ അതിനനുസൃതമായ രീതിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിന് വേണ്ടുന്ന ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് പിഞ്ചോമന മക്കൾക്ക് മതവിദ്യാഭ്യാസം പഠിക്കുന്ന രീതിയിൽ ഇസ്ലാമിക മൂല്യങ്ങൾക്ക് വിലമതിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹത്തെ കെട്ടിപ്പടുക്കാനുള്ള, വാർത്തെടുക്കാനുള്ള യജ്ഞത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരം സ്ഥാപനങ്ങളൊക്കെ വളർന്നു വരുന്നത്. രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ അവരവരുടെ മക്കളെ, കുട്ടികളെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർത്തുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ മഹല്ലുമായി അല്ലെങ്കിൽ ഇതിൻ്റെ മാനേജ്മെൻറ്റുമായി സഹകരിക്കുകയും നല്ലൊരു വിദ്യാഭ്യാസ സംരംഭമാണ് ഈ അൻസാർ ഇസ്ലാമിക് പ്രീ സ്കൂൾ എന്ന സംവിധാനം തന്നെ നമുക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട്. ഇത്തരം സംവിധാനങ്ങളിലൂടെ നമ്മുടെ മക്കൾക്ക് ഭൗതിക രംഗത്തുള്ള വിദ്യാഭ്യാസ രംഗങ്ങളിലുള്ള പഠനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അനുസൃതമായിട്ടതിന് മതബോധമുള്ള, ദീനീബോധമുള്ള മക്കളാക്കി വാർത്തെടുക്കണമെങ്കിൽ ചെറുപ്രായത്തിൽ തന്നെ നമ്മുടെ പിഞ്ചോമന മക്കൾക്ക് അതിനനുസൃതമായ രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകി അവരെ നല്ല രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ, ഉന്നത രീതിയിലുള്ള വിദ്യാഭ്യാസം നൽകാൻ ഇത്തരം സ്ഥാപനങ്ങളിൽ നമുക്ക് സാധ്യമാകുന്നുണ്ട് എന്നതിന് കഴിഞ്ഞ കാലങ്ങളിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇത്തരം സ്ഥാപനങ്ങളുമായി ബന്ധപ്പെടുകയും അവരെ, മക്കളെ ഇത്തരം സ്ഥാപനങ്ങളിൽ ചേർത്തുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് രക്ഷിതാക്കളായിട്ടുള്ള ആളുകൾ, ഉമ്മമാരും ഉപ്പമാരും അവരുടെ മക്കളെ ചേർക്കാനുള്ള സന്നദ്ധത അറിയിച്ചുകൊണ്ട് മുന്നോട്ട് വരണമെന്നാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. ഇത്തരം സംവിധാനങ്ങൾ നമ്മുടെ നാടുകളിൽ, നമ്മുടെ മദ്രസകളൊക്കെ പരമാവധി അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ, ഭൗതിക സാഹചര്യങ്ങൾ മദ്രസ കെട്ടിടത്തിലുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അതിന് വേണ്ടുന്ന രീതിയിൽ സ്ഥാപനത്തിന് വേണ്ടുന്ന മറ്റുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ രക്ഷിതാക്കളായും നാട്ടുകാരും അധ്യാപകരും അനധ്യാപകരും മഹല്ല് കമ്മിറ്റിയും മദ്രസ മാനേജ്മെൻറ്റ് സംവിധാനങ്ങളൊക്കെ അതിനനുസൃതമായ രീതിയിൽ, പര്യാപ്തമായ രീതിയിൽ അതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ മുന്നോട്ട് വരണമെന്ന് നിങ്ങളോട് വൈകിയ വേളയിൽ ഉണർത്തിക്കൊണ്ട് ഇന്നത്തെ പരിപാടി ഔപചാരികമായി സർവശക്തനായ നാഥൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുവാക്യം ഉച്ചരിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ അൻസാർ ഇസ്ലാമിക് പ്രീ സ്കൂളിൻ്റെ ലോഗോ രൂപകൽപ്പന ചെയ്ത നമ്മുടെ മഹല്ല് സ്വദേശിയായ നമ്മുടെ SKSFിൻ്റെ സജീവ പ്രവർത്തകനായ PC ജമാനുള്ള മൊമൻറ്റോ സമർപ്പണമാണ്. ആ മൊമൻറ്റോ നൽകുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ അവർക്കാണ്. ജമാലിനെ അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയും ബഹുമാനപ്പെട്ട തങ്ങൾ അവർകളെ അത് നൽകുന്നതിന് വേണ്ടിയും ക്ഷണിക്കുന്നു.